പ്രാരംഭ കൂദാശകളെക്കുറിച്ചുള്ള പഠനം തുടരുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ മാമോദീസായെക്കുറിച്ചുള്ള പഠനം നാം നടത്തി. ഇന്ന് വിശുദ്ധ മൂറോൻ അഭിഷേകത്തെക്കുറിച്ച് അല്പം ആഴമായും അതിൻ്റെ തന്നെ ഭാഗമായ വിശുദ്ധ കുർബാനയെക്കുറിച്ച് അല്പമായും പഠിക്കുവാൻ നാം ആഗ്രഹിക്കുന്നു. സുറിയാനി സഭയുടെ പാരമ്പര്യമനുസരിച്ച് മാമോദീസായും മൂറോൻ അഭിഷേകവും വിശുദ്ധ കുർബാനയും ചേരുന്നതാണ് ക്രൈസ്തവ പ്രവേശന കൂദാശകൾ അഥവാ പ്രാരംഭ കൂദാശകൾ. മാമോദീസായിലൂടെ നാം ജനിക്കുന്നു. മൂറോൻ അഭിഷേകത്തിലൂടെ പരിശുദ്ധാത്മാവാകുന്ന ജീവശ്വാസം സ്വീകരിക്കുന്നു. വിശുദ്ധ കുർബാനയിലൂടെ ആത്മീയ ഭക്ഷണം സ്വീകരിക്കുന്നു. അതുകൊണ്ടാണ് ഇവ മൂന്നും ചേരുമ്പോഴേ ഒരാൾ പൂർണ്ണമായി സഭയുടെ ഭാഗമാകുന്നുള്ളൂ എന്ന് നാം പറയുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ മൂറോൻ അഭിഷേകം എന്ന കൂദാശയുടെ ആരാധനാ ദൈവശാസ്ത്രം അവതരിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. അതിൻ്റെ അവസാന ഭാഗത്ത് പ്രാരംഭ കൂദാശയുടെ ഭാഗമായ വിശുദ്ധ കുർബാനയെക്കുറിച്ച് അല്പമായിട്ട് പഠിക്കുവാനും നാം പരിശ്രമിക്കുന്നു. ക്രിസ്തീയ ജീവിതത്തിൻ്റെ പൂർണ്ണതയിലേക്കുള്ള കാൽവയ്പ്പാണ് മൂറോൻ അഭിഷേകം. മാമോദീസായിൽ നാം സ്വീകരിച്ച ദൈവവിളിയെ ഉറപ്പിക്കുകയും പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളാൽ മുദ്രിതരായി ക്രിസ്തുവിൻ്റെ സാക്ഷികളായി ലോകത്തിലേക്ക് അയക്കപ്പെടുകയും ചെയ്യുന്ന സുപ്രധാന കൂദാശയാണിത്. നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ സവിശേഷമായ സാന്നിധ്യം ഉറപ്പാക്കുന്ന ശുശ്രൂഷയാണിത്. പെന്തക്കോസ്ത് നാളിൽ ശിഷ്യന്മാർ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് ധീരതയോടെ സുവിശേഷം പ്രസംഗിച്ചതുപോലെ നമ്മളും ഈ കൂദാശയിലൂടെ ദൈവിക ചൈതന്യത്താൽ നിറയപ്പെടുന്നു. വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാനും സഭാജീവിതത്തിൽ വളരുവാനും ഈ അനുഗ്രഹം നമ്മെ സഹായിക്കുന്നു. പേരും അർത്ഥവും. 2 പേരുകളിൽ ഈ കൂദാശ അറിയപ്പെടുന്നു: മൂറോൻ അഭിഷേകമെന്നും സ്ഥൈര്യ ലേപനമെന്നും. എന്തുകൊണ്ടാണ് മൂറോൻ അഭിഷേകം അഥവാ ക്രിസ്മേഷൻ എന്ന് ഇതിനെ വിളിക്കുന്നത്? പൗരസ്ത്യ സഭകൾ ഇതിനെ ക്രിസ്മേഷൻ അഥവാ മൂറോൻ അഭിഷേകം എന്ന് വിളിക്കുന്നു. എന്താണ് കാരണം? ഒന്നാമതായി, ക്രിസം എന്ന തൈലത്തിൻ്റെ ഉപയോഗം. ഈ കൂദാശയിൽ ഉപയോഗിക്കുന്ന വിശുദ്ധ തൈലത്തിൻ്റെ പേര് ക്രിസം എന്നാണ്. ഗ്രീക്ക് ഭാഷയിലെ ക്രിസ്മ എന്ന വാക്കിൽ നിന്നാണ് ഇതുണ്ടായത്. അഭിഷേകം ചെയ്യുക എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഈ തൈലം ഉപയോഗിച്ച് നടത്തുന്ന കർമ്മമായതിനാലാണ് ഇതിനെ ക്രിസ്മേഷൻ എന്ന് വിളിക്കുന്നത്. ഈ തൈലം സുറിയാനിയിൽ മൂറോൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. മൂറോൻ ഉപയോഗിച്ച് നടത്തുന്ന അഭിഷേകത്തെ മൂറോൻ അഭിഷേകം എന്നും വിളിക്കുന്നു. 2, ക്രിസ്തു എന്ന പേരുമായിട്ടുള്ള ബന്ധം. ക്രിസ്തു എന്ന വാക്കിൻ്റെ അർത്ഥം അഭിഷിക്തൻ എന്നാണ്. മൂറോൻ അഭിഷേകത്തിലൂടെ ഒരു വിശ്വാസി ക്രിസ്തുവിൻ്റെ ശരീരത്തോട് ചേർക്കപ്പെടുകയും ക്രിസ്തുവിനെ പോലെ ആത്മീയമായി അഭിഷേകം ചെയ്യപ്പെടുകയും ചെയ്യുന്നു. അതായത് നാം ഓരോരുത്തരും മറ്റൊരു ക്രിസ്തുവായി മാറുന്നു എന്ന വലിയ അർത്ഥം ഇതിനുണ്ട്. 3, പരിശുദ്ധാത്മാവിൻ്റെ മുദ്ര. പഴയ നിയമത്തിൽ രാജാക്കന്മാരെയും പ്രവാചകന്മാരെയും എണ്ണയൊഴിച്ച് അഭിഷേകം ചെയ്യുന്ന രീതി ഉണ്ടായിരുന്നു. അതുപോലെ പുതിയ നിയമത്തിൽ വിശ്വാസിക്ക് പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ നൽകി അവനെ ദൈവത്തിൻ്റെതായി മുദ്ര ഇടുന്ന കർമ്മമാണിത്. പാശ്ചാത്യ സഭകൾ ഇതിനെ കൺഫർമേഷൻ അല്ലെങ്കിൽ സ്ഥൈര്യലേപനം എന്നാണ് വിളിക്കുന്നത്. മാമോദീസായിലെ വാഗ്ദാനങ്ങൾ സ്ഥിരപ്പെടുത്തുന്നത് എന്ന അർത്ഥത്തിലാണ് ഇത്. എന്താണ് കൺഫർമേഷൻ എന്ന വാക്കിൻ്റെ അർത്ഥം? കൺഫർമേഷൻ എന്ന വാക്ക് കോൺഫർമാരെ എന്ന ലാറ്റിൻ വാക്കിൽ നിന്നുമാണ് ഉണ്ടായത്. ഇതിൻ്റെ അർത്ഥം സ്ഥിരപ്പെടുത്തുക അല്ലെങ്കിൽ ശക്തിപ്പെടുത്തുക എന്നാണ്. മലയാളത്തിൽ ഇതിനെ സ്ഥൈര്യലേപനം എന്ന് വിളിക്കുന്നതും ഇതേ അർത്ഥത്തിലാണ്. സ്ഥൈര്യം, ഉറപ്പ്, ലേപനം, പുരട്ടുക. ഈ പേരിൻ്റെ പിന്നിലെ പ്രധാന കാരണങ്ങൾ: 1, വിശ്വാസത്തിൻ്റെ സ്ഥിരീകരണം. കുട്ടികളായിരിക്കുമ്പോൾ മാമോദീസ സ്വീകരിച്ചവർക്ക് വേണ്ടി മാതാപിതാക്കളും തലതൊട്ടപ്പനും അമ്മയുമാണ് വിശ്വാസ പ്രമാണം ചൊല്ലിയത്. എന്നാൽ കൺഫർമേഷൻ അഥവാ സ്ഥൈര്യലേപന സമയത്ത് ആ വ്യക്തി സ്വന്തം ഇഷ്ടപ്രകാരം തൻ്റെ വിശ്വാസം സഭയ്ക്ക് മുൻപിൽ സ്ഥിരീകരിക്കുന്നു. 2, കൃപാവരത്തിൻ്റെ പൂർത്തീകരണം. മാമോദീസായിൽ ലഭിച്ച പരിശുദ്ധാത്മ കൃപയെ ഈ കൂദാശയിലൂടെ ദൈവം ഉറപ്പിക്കുന്നു. ഇതൊരു വ്യക്തിയെ ക്രിസ്തീയ ജീവിതത്തിൽ കൂടുതൽ ശക്തനാക്കുന്നു.
3 സഭയുമായുള്ള ബന്ധം. ഈ കൂദാശയിലൂടെ ഒരാൾ സഭയുമായുള്ള തൻ്റെ ബന്ധം കൂടുതൽ ദൃഢമാക്കുന്നു. സഭയുടെ ദൗത്യങ്ങളിൽ പങ്കുചേരാൻ താൻ തയ്യാറാണെന്ന് ഇതിലൂടെ പ്രഖ്യാപിക്കുന്നു. മാമോദീസായിൽ നാം തുടങ്ങിയ ആത്മീയ യാത്രയെ കൂടുതൽ ശക്തമാക്കുന്നതും നമ്മുടെ വിശ്വാസം നാം സ്വന്തമായി ഏറ്റുപറഞ്ഞ് ഉറപ്പിക്കുന്നതുമായ ചടങ്ങ് ആയതിനാലാണ് ഇതിനെ സ്ഥൈര്യലേപനം അഥവാ കൺഫർമേഷൻ എന്ന് വിളിക്കുന്നത്. ഈ കൂദാശയുടെ ബൈബിൾ അടിസ്ഥാനം. ബൈബിളിൽ ഈ കൂദാശയെ ആ പേരിൽ നേരിട്ട് വിളിക്കുന്നില്ലെങ്കിലും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തെയും മുദ്രയിടലിനെയും കുറിച്ച് വ്യക്തമായ പരാമർശങ്ങളുണ്ട്. സുറിയാനി സഭകൾ തങ്ങളുടെ ദൈവശാസ്ത്രത്തിന് ആധാരമായി എടുക്കുന്ന പ്രധാന ബൈബിൾ ഭാഗങ്ങൾ താഴെ പറയുന്നവയാണ്. 1. പരിശുദ്ധാത്മാവിനാൽ മുദ്രയിടപ്പെടുന്നു. മൂറോൻ അഭിഷേകത്തെ മുദ്ര എന്ന് വിളിക്കുന്നതിന് ആധാരമായ വചനങ്ങൾ താഴെ പറയുന്നവയാണ്. 1 എഫേസ്യർ 1:13. സത്യവചനമെന്ന നിങ്ങളുടെ രക്ഷയുടെ സുവിശേഷം ശ്രവിച്ച് അവനിൽ വിശ്വസിച്ച നിങ്ങളും വാഗ്ദാനം ചെയ്യപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ അവനിൽ മുദ്രയിട്ടപ്പെട്ടിരിക്കുന്നു. 2 എഫേസ്യർ 4:30. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നിങ്ങൾ വേദനിപ്പിക്കരുത്. രക്ഷയുടെ ദിവസത്തിനായി ആത്മാവിനാൽ നിങ്ങൾ മുദ്രയിടപ്പെട്ടിരിക്കുന്നു. രണ്ടാമതായി അഭിഷേകം എന്ന മേഖലയിൽ തിരുവചനത്തിൽ താഴെ പറയുന്ന വേദഭാഗങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ക്രിസ്മേഷൻ അഥവാ മൂറോൻ അഭിഷേകം എന്ന പേരിന് ആധാരമായ അഭിഷേകം എന്ന സങ്കല്പം ദൈവവചനത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. 1 യോഹന്നാൻ 2:20 പരിശുദ്ധനായവനിൽ നിന്ന് നിങ്ങൾ അഭിഷേകം സ്വീകരിച്ചിരിക്കുന്നു എന്ന് നാം കാണുന്നുണ്ട്. 2 കൊരിന്ത്യോസ് 1:21-22 വാക്യങ്ങളിൽ ഞങ്ങളെ നിങ്ങളോടൊപ്പം ക്രിസ്തുവിൽ ഉറപ്പിക്കുന്നതും ഞങ്ങളെ അഭിഷേകം ചെയ്തതും ദൈവമാണ്. അവൻ നമ്മുടെ മേൽ തൻ്റെ മുദ്ര പതിപ്പിക്കുകയും അച്ചാരമായി തൻ്റെ ആത്മാവിനെ നമ്മുടെ ഹൃദയങ്ങളിൽ നിക്ഷേപിക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് നാം വായിക്കുന്നു. മൂന്നാമതായി കൈവെപ്പ് ശുശ്രൂഷ. ആദിമസഭയിൽ മാമോദിസായ്ക്ക് ശേഷം അപ്പോസ്തലന്മാർ കൈകൾ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നിരുന്നു. ഇതാണ് പിൻകാലത്ത് ഈ അഭിഷേകമായി മാറിയത്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 8-ാം അധ്യായം 14 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ അവിടെ നാം കാണുന്നുണ്ട്. പത്രോസും യോഹന്നാനും മാമോദിസ സ്വീകരിച്ചവരുടെ തലയിൽ കൈകൾ വെച്ച് പ്രാർത്ഥിക്കുന്നു. അവർ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുകയും ചെയ്യുന്നു. വീണ്ടും 19-ാം അധ്യായം 6-ാം വാക്യത്തിൽ പൗലോസ് ശ്ലീഹ മാമോദിസ സ്വീകരിച്ചവരുടെ മേൽ കൈകൾ വെച്ച് പ്രാർത്ഥിക്കുന്നു. അവർക്കും പരിശുദ്ധാത്മാവിനെ ലഭിക്കുന്നു. പഴയ നിയമത്തിലും തൈലാഭിഷേകത്തെക്കുറിച്ച് നാം കാണുന്നുണ്ട്. ഇത് ഈ കൂദാശയുടെ നിഴലായി ദൈവശാസ്ത്രജ്ഞന്മാർ അവതരിപ്പിക്കുന്നു. പഴയ നിയമത്തിൽ രാജാക്കന്മാരെയും പ്രവാചകന്മാരെയും അഭിഷേകം ചെയ്തിരുന്നതായി നാം വായിക്കുന്നുണ്ട്. 1 സാമുവേൽ 16:13 സാമുവേൽ ദാവീദിനെ അഭിഷേകം ചെയ്യുന്നതായി നാം കാണുന്നു. പുറപ്പാട് പുസ്തകം 30-ാം അധ്യായം 22 മുതൽ 25 വരെയുള്ള വാക്യങ്ങളിൽ വിശുദ്ധ തൈലം എങ്ങനെ നിർമ്മിക്കണമെന്നും അത് ദേവാലയ ശുശ്രൂഷകർക്കായി എങ്ങനെ ഉപയോഗിക്കണമെന്നും ദൈവം തന്നെ മോശയ്ക്ക് കൽപ്പന നൽകുകയാണ്. യെശയ്യായുടെ പുസ്തകം 11-ാം അധ്യായം 2-ാം വാക്യത്തിൽ മൂറോൻ അഭിഷേകത്തിലൂടെ ലഭിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങളെക്കുറിച്ച് പ്രവാചകൻ മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ട്. ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവ്, ഉപദേശത്തിൻ്റെയും ശക്തിയുടെയും ആത്മാവ്, അറിവിൻ്റെയും ദൈവഭയത്തിൻ്റെയും ആത്മാവ്. ഈ വേദഭാഗവും ഈ കൂദാശയുടെ തിരുവചന അടിസ്ഥാനമായി പിതാക്കന്മാർ സ്വീകരിക്കുന്നുണ്ട്. എന്താണ് ഈ മൂറോൻ തൈലത്തിൻ്റെ പ്രത്യേകത, അഥവാ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? സുറിയാനി സഭാ പാരമ്പര്യമനുസരിച്ച് വിശുദ്ധ മൂറോൻ തയ്യാറാക്കുന്നത് അതീവ വിശുദ്ധവും കർശനവുമായ നിബന്ധനകളോടുകൂടിയാണ്. ഇത് കേവലം ഒരു തൈല നിർമ്മാണമല്ല, മറിച്ച് സഭയുടെ മുഴുവൻ പ്രാർത്ഥനയും ഉപവാസവും ചേർന്നുള്ള ഒരാത്മീയ ശുശ്രൂഷയാണ്. വിശുദ്ധ മൂറോൻ തയ്യാറാക്കുന്നത് ബൈബിളിലെ പുസ്തകമായ പുറപ്പാട് 30-ാം അധ്യായത്തിൽ നൽകിയിരിക്കുന്ന
നിർദ്ദേശങ്ങളെ ആസ്പദമാക്കിയാണ്. ഇതിൽ പ്രധാനമായും ഒലിവെണ്ണയും അതോടൊപ്പം വിവിധ തരം സുഗന്ധദ്രവ്യങ്ങളും ചേർക്കുന്നതായി നാം കാണുന്നു. ഹുദോയ കാനൻ പ്രകാരം 8 തരം സുഗന്ധദ്രവ്യങ്ങൾ ചേർത്താണ് ഈ തൈലം ഉണ്ടാക്കുന്നത്. ഉപവാസവും പ്രാർത്ഥനയും ഈ മൂറോൻ തയ്യാറാക്കുന്ന ശുശ്രൂഷയ്ക്ക് പ്രത്യേകമായി നിയോഗിക്കപ്പെടുന്ന ശുശ്രൂഷകര് ഏറ്റെടുത്ത് നടത്തുന്നുണ്ട്. ഇനിയും ഇത് പരികർമ്മം ചെയ്യുന്ന രീതി, ഈ തൈലക്കൂട്ട് സഭയുടെ അധ്യക്ഷൻ തലവനാണ് നിർവഹിക്കുന്നത്. ഒരു ആഘോഷമായ മൂറോൻ പ്രദക്ഷിണം നമുക്ക് കാണാൻ സാധിക്കും. ഏറ്റവും ഭക്തി നിർഭരമായ ഒരു പ്രദക്ഷിണം. സ്വർഗീയ സൈന്യങ്ങൾ കർത്താവിനെ പരിവാരങ്ങളോടെ എഴുന്നള്ളിക്കുന്നതിനെ ഇത് പ്രതീകപ്പെടുത്തുന്നു. 12 മർബഹാസകൾ 12 ശ്ലീഹന്മാരെയും സ്വർഗീയ ദൂതന്മാരെയും സൂചിപ്പിക്കുന്നു. 12 ധൂപകുറ്റികൾ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തെയും വിശ്വാസികളുടെ പ്രാർത്ഥനയും സൂചിപ്പിക്കുന്നു. 12 മെഴുകുതിരികൾ ക്രിസ്തുവാകുന്ന ലോകത്തിൻ്റെ പ്രകാശത്തെയും ശ്ലീഹന്മാരുടെ പ്രഘോഷണത്തെയും അർത്ഥമാക്കുന്നു. വെളുത്ത വസ്ത്രം പ്രദക്ഷിണത്തിൽ പങ്കെടുക്കുന്ന ശുശ്രൂഷകർ ധരിക്കുന്നത് വഴി വിശുദ്ധിയും സ്വർഗീയ സന്തോഷവും അടയാളപ്പെടുത്തുന്നു. 3 ഘട്ടങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ ആവാസത്തിനായി കുരിശടയാളത്തിൽ മുദ്രയിടുന്നുണ്ട്. പഴയ മൂറോനിലേക്ക് പുതിയ മൂറോൻ ചേർക്കുന്നുണ്ട്. എന്താണ് ഇതിൻ്റെ കാരണം? ഒന്നാമതായി ഇതൊരു തുടർച്ച അവതരിപ്പിക്കുകയാണ്. പെന്തക്കോസ്ത് നാളിൽ ശിഷ്യന്മാർക്ക് ലഭിച്ച അതേ പരിശുദ്ധാത്മാവിൻ്റെ കൃപ ഇന്നത്തെ തലമുറയിലേക്കും കൈമാറ്റപ്പെടുന്നു എന്ന് ഇത് ഉറപ്പിക്കുന്നു. 2, ഒരൈക്യം അവതരിപ്പിക്കുന്നു. ലോകമെമ്പാടുമുള്ള സഭയുടെ ഒരുമയെ ഇത് പ്രഖ്യാപിക്കുന്നു. മൂറോൻ കൂദാശ ഐക്യത്തിൻ്റെ കൂദാശയാകുന്നു. സഭയുടെ തലവൻ മാത്രം ഇത് കൂദാശ ചെയ്യുന്നത് സഭയുടെ ഏകത്വത്തെ സൂചിപ്പിക്കുന്നു. ഒരു സഭയിൽ ഒരു ഇടയനും ഒരു മുദ്രയും മാത്രമേ ഉള്ളൂ എന്ന് ഇത് പ്രഖ്യാപിക്കുന്നു. ലോകമെമ്പാടുമുള്ള വിശ്വാസികൾ ഒരേ മൂറോൻ ഉപയോഗിക്കുന്നതിലൂടെ അവരെല്ലാവരും ഒരേ ശരീരത്തിൻ്റെ ഭാഗമാണെന്ന് അർത്ഥമാക്കുന്നു. എന്താണ് ഈ മൂറോൻ കൂദാശയുടെ ദൈവശാസ്ത്രം? സുറിയാനി സഭാ പാരമ്പര്യത്തിൽ വിശുദ്ധ മൂറോന്റെ ദൈവശാസ്ത്രം ഒരു കൂദാശ, അതോടൊപ്പം സഭയുടെ നിലനിൽപ്പിൻ്റെയും വിശ്വാസിയുടെ ആത്മീയ പരിവർത്തനത്തിൻ്റെയും അടിസ്ഥാന ശിലയായി അവതരിപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ മരണത്തോടും പിന്നീട് പുനരുത്ഥാനത്തോടും ഇത് ബന്ധപ്പെടുത്തിയാണ് അവതരിപ്പിക്കുന്നത്. ആത്മീയമായ ഒരു മുദ്ര ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഒരു രാജാവ് തൻ്റെ സ്വത്തുവകൾ തിരിച്ചറിയാൻ മുദ്ര പതിപ്പിക്കുന്ന പോലെ ദൈവം തൻ്റെ ജനത്തിന് നൽകുന്ന രാജകീയ മുദ്രയാണിത്. ഈ മുദ്ര വഴി വിശ്വാസി ലോകത്തിൽ നിന്നും വേർതിരിക്കപ്പെടുകയും ദൈവത്തിൻ്റെ സ്വന്തമായി മാറുകയും ചെയ്യുന്നു. സാത്താൻ്റെ ശക്തികൾക്കെതിരെ ഇതൊരു ആത്മീയ കവചമായി പ്രവർത്തിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ദൃശ്യരൂപം. ദൈവശാസ്ത്രപരമായി മാമോദിസ വെള്ളത്തിലൂടെയുള്ള പുനർജന്മമെങ്കിൽ മോറോൻ പരിശുദ്ധാത്മാവിൻ്റെ നിറവാണ്. പെന്തക്കോസ്തയുടെ തുടർച്ച. പെന്തക്കോസ്ത് നാളിൽ ശ്ലീഹന്മാർക്ക് ലഭിച്ച അതേ പരിശുദ്ധാത്മാവിൻ്റെ കൃപ ഓരോ വിശ്വാസിക്കും മൂറോൻ വഴി ലഭിക്കുന്നു. ദൈവിക വാസം. പരിശുദ്ധാത്മാവ് ദൃശ്യമായ തൈലത്തിൽ വസിക്കുകയും അത് സ്വീകരിക്കുന്ന വ്യക്തിയെ ഒരു ആത്മീയ ആലയമായി മാറ്റുകയും ചെയ്യുന്നു. മണവാളന്റെ സുഗന്ധം. സുറിയാനി പിതാവായ മാർ അപ്രേം മൂറോനെ ക്രിസ്തുവിൻ്റെ സുഗന്ധം എന്നാണ് വിളിക്കുന്നത്. മൂറോൻ സ്വീകരിക്കുന്നതിലൂടെ വിശ്വാസി ക്രിസ്തുവിൻ്റെ സൗരഭ്യം പരത്തുന്ന വ്യക്തിയായി മാറണമെന്നാണ് ഇതിൻ്റെ ലക്ഷ്യം. വിശുദ്ധ മൂറോൻ ഒരു വ്യക്തിയിൽ വരുത്തുന്ന ആത്മീയ മാറ്റങ്ങൾ എന്തെല്ലാമാണ്? വിശുദ്ധ മൂറോൻ അഭിഷേക സമയത്ത് വൈദികൻ ചൊല്ലുന്ന പ്രാർത്ഥനകളിൽ മൂറോന്റെ സവിശേഷതകളെയും ഗുണങ്ങളെയും കുറിച്ച് വളരെ വ്യക്തമായി പ്രതിപാദിക്കുന്നുണ്ട്. ഈ പ്രാർത്ഥനകൾ മൂറോൻ ഒരു വ്യക്തിയിൽ വരുത്തുന്ന ആത്മീയ മാറ്റങ്ങളെ വിവരിക്കുന്നുണ്ട്. 1. പരിശുദ്ധാത്മാവിൻ്റെ മുദ്ര. പ്രാർത്ഥനയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വാക്കാണ് ഹദുമ അഥവാ മുദ്ര. മൂറോൻ ഒരു വ്യക്തിയെ ദൈവത്തിൻ്റെതായി സീൽ ചെയ്യുന്നു. രാജാവിൻ്റെ മുദ്രയുള്ള കത്ത് ആർക്കും തുറക്കാൻ കഴിയാത്തതുപോലെ മൂറോൻ അഭിഷേകം ലഭിച്ച വ്യക്തി പിശാചിൻ്റെ അധികാരത്തിൽ നിന്ന് മോചിതനായി
ദൈവത്തിൻ്റെ സംരക്ഷണയിലാകുന്നു. 2. ആത്മീയ ആയുധം. മൂറോനെ ഒരു കവചം അല്ലെങ്കിൽ ആയുധമായി പ്രാർത്ഥനകളിൽ വിശേഷിപ്പിക്കുന്നുണ്ട്. ദുഷ്ടാരൂപികളുടെ അമ്പുകളിൽ നിന്ന് വിശ്വാസിയെ കാത്തുരക്ഷിക്കുന്ന ഒരു ആത്മീയ കോട്ടയായി മൂറോൻ മാറുന്നു. ഇതിനെ തിളങ്ങുന്ന ആയുധമെന്ന് പ്രാർത്ഥനകൾ വിശേഷിപ്പിക്കുന്നു. 3. സ്വർഗീയ പരിമളം. ക്രിസ്തുവിൻ്റെ സുഗന്ധം എന്നത് മൂറോന്റെ പ്രധാന സ്വഭാവമാണ്. മാമോദിസ സ്വീകരിച്ച വ്യക്തി ലോകത്തിൽ ക്രിസ്തുവിൻ്റെ സാക്ഷിയായി നിലകൊള്ളണമെന്നും അവരുടെ ജീവിതം മറ്റുള്ളവർക്ക് ഒരു സദ്ഗുണത്തിൻ്റെ സുഗന്ധമായി മാറണമെന്നും ഈ പ്രാർത്ഥനകളിലൂടെ അപേക്ഷിക്കുന്നു. 4. ബോധോദയത്തിൻ്റെ പ്രകാശം. മൂറോൻ അഭിഷേകം ലഭിക്കുന്നതിലൂടെ വ്യക്തിയുടെ ആത്മീയ നേത്രങ്ങൾ തുറക്കപ്പെടുന്നു. പ്രാർത്ഥനയിൽ ഇതിനെ പ്രകാശത്തിൻ്റെ തൈലം എന്ന് വിളിക്കുന്നു. ഇത് വിശ്വാസിക്ക് ദൈവത്തെ അറിയാനുള്ള ജ്ഞാനം നൽകുന്നു. മൂറോൻ അഭിഷേകം വഴി ഒരു കുഞ്ഞ് അഥവാ ഒരു വ്യക്തി ആത്മീയമായി വെളിച്ചത്തിൻ്റെ മകൻ അഥവാ മകളായി മാറുന്നു. മാമോദിസ സ്വീകരിച്ച വ്യക്തി ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് പ്രവേശിക്കുന്നു. 5. പുത്രത്വത്തിൻ്റെ ഉറപ്പ്. കുഞ്ഞ് ദൈവത്തിൻ്റെ മകനായി മകളായി അംഗീകരിക്കപ്പെട്ടു എന്നതിൻ്റെ ഔദ്യോഗിക സ്ഥിരീകരണമാണ് ഈ അഭിഷേകം. ആബാ പിതാവേ എന്ന് വിളിക്കുവാനുള്ള അധികാരം ഈ തൈലത്തിലൂടെ ലഭിക്കുന്നു എന്ന് സഭ പഠിപ്പിക്കുന്നു. 6. സൗഖ്യദായകം. ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയും മുറിവുകളെ സൗഖ്യമാക്കുന്ന ഒരു മരുന്നായി മൂറോനെ കണക്കാക്കുന്നു. പാപത്തിൻ്റെ കറകൾ മാറ്റി ആത്മാവിനെ ശുദ്ധീകരിക്കുവാനുള്ള കഴിവ് ഇതിനുണ്ടെന്ന് പ്രാർത്ഥനകൾ ഓർമ്മിപ്പിക്കുന്നു. 7. സ്വർഗീയ പൗരത്വം. മാമോദിസ മുങ്ങി വെള്ളത്തിൽ നിന്ന് കയറുന്ന കുഞ്ഞ് ഒരു പുതിയ സൃഷ്ടിയാണ്. മൂറോൻ പൂശുന്നതോടെ ആ കുട്ടിക്ക് സ്വർഗീയ പൗരത്വം ലഭിക്കുന്നു. ചുരുക്കത്തിൽ പ്രാർത്ഥനകളിൽ മൂറോൻ വെറുമൊരു തൈലമല്ല, മറിച്ച് അത് ശക്തി, പ്രകാശം, സുഗന്ധം, മുദ്ര എന്നീ 4 കാര്യങ്ങളെ ഒരു വ്യക്തിയിൽ നിക്ഷേപിക്കുന്ന ദൈവിക മാധ്യമമാണ്. ഈ കൂദാശയിൽ കാണപ്പെടുന്ന വിശുദ്ധ മൂറോന്റെ വിശേഷണങ്ങൾ. 1. ക്രിസ്തുവിൻ്റെ പരിമളം അഥവാ സൗരഭ്യവാസനയുള്ള തൈലം. സഭയുടെ പാരമ്പര്യത്തിൽ വിശുദ്ധ മൂറോനെ ക്രിസ്തുവിൻ്റെ പരിമളം അഥവാ സൗരഭ്യവാസനയുള്ള തൈലം എന്നാണ് വിളിക്കുന്നത്. ഒന്നാമതായി ഇതിനൊരു ഭൗതിക തലമുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ സുഗന്ധ തൈലങ്ങളുടെ ചേരുവ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. രണ്ടാമതായി ഇതിന് ഒരു ആത്മീയ അർത്ഥമുണ്ട്. ബൈബിളിലെ ചില ഭാഗങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ഈ രീതിയിൽ വിശേഷിപ്പിക്കുന്നത്. 2 കൊരിന്ത്യർ 2:15 ദൈവത്തിന് നിങ്ങൾ ക്രിസ്തുവിൻ്റെ സുഗന്ധവാഹികളാകുന്നു എന്നുള്ള പ്രയോഗം നാം കാണുന്നുണ്ട്. ഇനിയും പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തെ ഇത് സൂചിപ്പിക്കുന്നുണ്ട്. ഒരു വ്യക്തി മാമോദിസായ്ക്ക് ശേഷം മൂറോൻ പൂശുമ്പോൾ അയാൾ പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യപ്പെടുകയും ക്രിസ്തുവിൻ്റെ സുഗന്ധം പരത്തുന്ന വ്യക്തിയായി മാറുകയും ചെയ്യുന്നു എന്ന് സഭ പഠിപ്പിക്കുന്നു. ഇനി പഴയ നിയമ പുസ്തകങ്ങളുടെ ബന്ധം. പുറപ്പാട് പുസ്തകം 30-ാം അധ്യായം 22 മുതൽ 25 വരെയുള്ള വാക്യങ്ങളിൽ ദൈവം മോശയോട് വിശുദ്ധമായ അഭിഷേക തൈലം ഉണ്ടാക്കാൻ നിർദ്ദേശിക്കുന്നത് കാണാൻ സാധിക്കും. ഇത് അത്യന്തം സുഗന്ധമുള്ളതായിരിക്കണമെന്ന് ദൈവം കൽപ്പിച്ചിരുന്നു. ഇതിൻ്റെ ആത്മീയമായ പൂർത്തീകരണമാണ് പുതിയ നിയമത്തിലെ വിശുദ്ധ മൂറോൻ. അടുത്തതായി മരണം ജയിച്ച പ്രത്യാശ ഇത് സൂചിപ്പിക്കുന്നുണ്ട്. യേശുവിൻ്റെ അടക്ക സമയത്ത് സ്ത്രീകളും ശിഷ്യന്മാരും സുഗന്ധവർഗ്ഗങ്ങൾ ഉപയോഗിച്ചിരുന്നു. അതിനാൽ മൂറോന്റെ ഈ മണം മരണത്തിന്മേലുള്ള വിജയത്തെയും നിത്യജീവന്റെ പ്രത്യാശയും ഇത് ഓർമ്മിപ്പിക്കുന്നു. ചുരുക്കത്തിൽ മൂറോന്റെ ഭൗതികമായ മണം അത് ആത്മീയമായി നൽകുന്ന ദൈവിക പരിമളത്തിൻ്റെ അടയാളമാണ്. മൂറോൻ ക്രിസ്തുവിൻ്റെ സുഗന്ധമാണ് എന്നത് സഭയുടെ ഏറ്റവും മനോഹരമായ ദൈവശാസ്ത്ര സത്യങ്ങളിൽ ഒന്നാണ്. രണ്ടാമതായി മൂറോൻ സത്യവിശ്വാസത്തിൻ്റെ അടയാളവും മുദ്രയുമാണ്. സത്യവിശ്വാസത്തിൻ്റെ അടയാളവും മുദ്രയുമാണ് വിശുദ്ധ മൂറോൻ എന്നത് സഭയുടെ വിശ്വാസ പ്രമാണങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. മാമോദിസ സ്വീകരിക്കുന്ന വ്യക്തിയുടെ ആത്മാവിൽ പതിപ്പിക്കപ്പെടുന്ന മായാത്ത ഒരു മുദ്രയായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്. ഇവിടെ ആത്മീയമായ ഒരു തിരിച്ചറിയൽ രേഖ കാണപ്പെടുന്നു. ഒരു രാജ്യം അതിൻ്റെ പൗരന്മാർക്ക് നൽകുന്ന മുദ്രയോ അടയാളമോ പോലെയാണ് മൂറോൻ. ഇത് ആ വ്യക്തി
സത്യവിശ്വാസിയായ ഒരു ക്രിസ്ത്യാനിയാണെന്ന് ആത്മീയ ലോകത്ത് സ്വർഗത്തിലും ഭൂമിയിലും പ്രഖ്യാപിക്കുന്നു. ഈ മുദ്രയുള്ള വ്യക്തി ദൈവത്തിൻ്റെ സൈന്യത്തിൻ്റെ ഭാഗമായി മാറുന്നു. സത്യവിശ്വാസത്തിൻ്റെ സംരക്ഷണം ഇതിനുണ്ട്. സത്യവിശ്വാസത്തിൻ്റെ മുദ്ര എന്ന് വിളിക്കുമ്പോൾ അത് ആ വ്യക്തിയെ തെറ്റായ വിശ്വാസങ്ങളിൽ നിന്നും അന്ധവിശ്വാസങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നു എന്നാണ് അർത്ഥം. പരിശുദ്ധാത്മാവിൻ്റെ ജ്ഞാനം ലഭിക്കുന്നതിലൂടെ സത്യമേതെന്ന് തിരിച്ചറിയാനുള്ള കഴിവ് ആ വിശ്വാസിക്ക് ലഭിക്കുന്നു. ഉടമസ്ഥ അവകാശത്തിൻ്റെ അടയാളമാണിത്. പഴയകാലത്ത് ഉടമസ്ഥൻ തൻ്റെ വസ്തുക്കളിൽ മുദ്ര പതിപ്പിക്കുമായിരുന്നു. അതുപോലെ വിശുദ്ധ മൂറോനാൽ മുദ്രയിടപ്പെടുമ്പോൾ ആ വ്യക്തി ദൈവത്തിൻ്റെ സ്വന്തം സ്വത്തായി മാറുന്നു. ഇതിനെ വൈദികൻ പ്രാർത്ഥനയിൽ ദൈവത്തിൻ്റെ നാമത്തിൽ മുദ്രയിടപ്പെടുന്നു എന്ന് ഉറപ്പിച്ചു പറയുന്നു. തികവിൻ്റെ അടയാളമാണിത്, മാർക്ക് ഓഫ് പെർഫെക്ഷൻ. വിശ്വാസം കേവലം വാക്കുകളിൽ ഒതുക്കേണ്ടതല്ല, അത് പരിശുദ്ധാത്മാവിനാൽ ഉറപ്പിക്കപ്പെടേണ്ടതാണ്. മൂറോൻ അഭിഷേകം ലഭിക്കുന്നതോടെ ആ വ്യക്തിയുടെ വിശ്വാസം പൂർണ്ണമാകുന്നു. അതുകൊണ്ടാണ് ഇതിനെ സത്യവിശ്വാസത്തിൻ്റെ തികവ്, കംപ്ലീഷൻ, പെർഫെക്ഷൻ എന്നൊക്കെ വിളിക്കുന്നത്. മൂന്നാമത്തെ വിശേഷണം പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളുടെ പൂർത്തീകരണമായ വിശുദ്ധ മൂറോൻ. പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളുടെ പൂർത്തീകരണമാണ് മൂറോൻ എന്നത് സുറിയാനി സഭയുടെ അടിസ്ഥാനപരമായ വിശ്വാസമാണ്. മാമോദിസ വെള്ളത്തിലൂടെയുള്ള ജനനം പാപമോചനവും പുതിയ ജീവനും നൽകുന്നുവെങ്കിൽ വിശുദ്ധ മൂറോൻ അഭിഷേകം ആ വ്യക്തിയെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ പൂർണ്ണനാക്കുന്നു. വിത്തുപാകലും ഫലം നൽകലും. മാമോദീസായെ ഒരു വിത്തുപാകുന്നതിനോട് ഉപമിച്ചാൽ മൂറോൻ അഭിഷേകം ആ വിത്തിന് വളരാൻ ആവശ്യമായ സൂര്യപ്രകാശവും വെള്ളവും നൽകുന്നത് പോലെയാണ്. പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ ആ വ്യക്തിയിൽ സജീവമാകുന്നത് മൂറോൻ അഭിഷേകത്തിലൂടെയാണ്. ആത്മീയ വളർച്ചയുടെ 7 ദാനങ്ങൾ ഇവിടെ നാം കാണുന്നു. യെശയ്യാ 11:2 പറയുന്ന പരിശുദ്ധാത്മാവിൻ്റെ 7 ദാനങ്ങൾ മൂറോൻ അഭിഷേകത്തിലൂടെ ഒരു വിശ്വാസിക്ക് ലഭിക്കുന്നുവെന്ന് സഭ പഠിപ്പിക്കുന്നു. ജ്ഞാനം, വിവേകം, ആലോചന, ബലം, അറിവ്, ഭക്തി, ദൈവഭയം. ഈ ദാനങ്ങൾ ലഭിക്കുന്നത് ഒരു ക്രിസ്ത്യാനിയുടെ ആത്മീയ ജീവിതം പൂർണ്ണതയിൽ എത്തുന്നു എന്നതിൻ്റെ അവതരണമാണ്. പെന്തക്കോസ്തിയുടെ ഒരു തുടർച്ച നമുക്ക് കാണാൻ സാധിക്കും. ശ്ലീഹന്മാർക്ക് പെന്തക്കോസ്ത് ദിനത്തിൽ പരിശുദ്ധാത്മാവ് ലഭിച്ചതുപോലെ ഓരോ വിശ്വാസിക്ക് ലഭിക്കുന്ന വ്യക്തിപരമായ പെന്തക്കോസ്താണ് മൂറോൻ അഭിഷേകം. തികവ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? വൈദികൻ അഭിഷേക പ്രാർത്ഥനയിൽ സത്യവിശ്വാസത്തിൻ്റെ മുദ്രയും തികവുമാകുന്നു അല്ലെങ്കിൽ പൂർണ്ണതയുമാകുന്നു എന്ന് പറയുന്നുണ്ട്. ഇവിടെ തികവ്, കംപ്ലീഷൻ എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ വ്യക്തിക്ക് ക്രിസ്തീയ ജീവിതം നയിക്കാൻ ആവശ്യമായ എല്ലാ ആത്മീയ കഴിവും ഇപ്പോൾ ലഭിച്ചു കഴിഞ്ഞു എന്നാണ്. നാലാമതായി നിത്യജീവനിലേക്കുള്ള മുദ്രയായി മൂറോനെ വിശേഷിപ്പിക്കുന്നു. നിത്യജീവനിലേക്കുള്ള മുദ്രയാണ് വിശുദ്ധ മൂറോൻ അഭിഷേകം എന്നത് ഈ കൂദാശയുടെ ഏറ്റവും ഉന്നതമായ ലക്ഷ്യത്തെ സൂചിപ്പിക്കുന്നു. മാമോദീസായും മൂറോൻ അഭിഷേകവും ഒരു വ്യക്തിയെ ഈ ലോകത്തിലെ ജീവിതത്തിന് മാത്രമല്ല മറിച്ച് നിത്യതയ്ക്ക് വേണ്ടിയാണ് ഒരുക്കുന്നത്. സ്വർഗരാജ്യത്തിൻ്റെ ഒരു പാസ്പോർട്ട് നൽകലാണ് ഇവിടെ സംഭവിക്കുന്നത്. സഭാപിതാക്കന്മാർ മൂറോൻ അഭിഷേകത്തെ നിത്യജീവനിലേക്കുള്ള ഒരു അടയാളമായിട്ടാണ് കാണുന്നത്. മരണാനന്തര ജീവിതത്തിൽ ആത്മാവ് ദൈവ തിരുമുമ്പിൽ നിൽക്കുമ്പോൾ ഈ പരിശുദ്ധാത്മാവിൻ്റെ മുദ്രയാണ് ആ വ്യക്തി ദൈവത്തിൻ്റെതാണെന്ന് സാക്ഷ്യപ്പെടുത്തുന്നത്. ഇത് പുനരുത്ഥാനത്തിൻ്റെ അച്ചാരമാണ്. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ പഠിപ്പിക്കുന്നത് പോലെ പരിശുദ്ധാത്മാവ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് വരാനിരിക്കുന്ന നിത്യജീവന്റെ അച്ചാരമായിട്ടാണ്. മൂറോൻ അഭിഷേകത്തിലൂടെ ലഭിക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മുടെ ശരീരം ഒരു ദിവസം നിത്യതയിലേക്ക് ഉയർപ്പിക്കപ്പെടും എന്നതിൻ്റെ ഉറപ്പാണ്. മരണമില്ലാത്ത ഒരു ജീവിതത്തിൻ്റെ തുടക്കവും ഇത് സൂചിപ്പിക്കുകയാണ്. മാമോദീസായിൽ നാം ക്രിസ്തുവിൻ്റെ മരണത്തോടും പുനരുത്ഥാനത്തോടും ഒന്നിക്കപ്പെടുന്നു. മൂറോൻ അഭിഷേകം വഴി നിത്യജീവൻ നയിക്കാൻ ആവശ്യമായ ആത്മീയ ഊർജം ആ വ്യക്തിയിൽ നിക്ഷേപിക്കപ്പെടുന്നു. അതുകൊണ്ടാണ് മൂറോൻ പൂശിയ വ്യക്തിയെ നിത്യജീവന്റെ അവകാശി എന്ന് സഭ വിളിക്കുന്നത്. കർത്താവെ, ഈ തൈലത്താൽ മുദ്രയിടപ്പെടുന്ന ഈ ദാസൻ അഥവാ ദാസി അന്ത്യവിധിയുടെ നാളിൽ ലജ്ജിച്ചു പോകാത്ത നിന്റെ നിത്യമായ മണവറയിൽ പ്രവേശിക്കുവാൻ യോഗ്യനാക്കണമേ എന്ന് സഭ പ്രാർത്ഥിക്കുന്നത് അക്കാരണത്താലാണ്. ചുരുക്കത്തിൽ
മൂറോൻ അഭിഷേകം എന്നത് കേവലം ഈ ലോകത്തിലെ ഒരു അംഗത്വമല്ല, മറിച്ച് മരണമില്ലാത്ത സ്വർഗീയ ജീവിതത്തിലേക്കുള്ള ഒരു വ്യക്തിയുടെ ഔദ്യോഗികമായ പ്രവേശന വിളംബരമാണ്. അഞ്ചാമതായി, പരിശുദ്ധാത്മാവിൻ്റെ ജീവനുള്ള സാന്നിധ്യം വസിക്കുന്ന തൈലമായി വിശുദ്ധ മൂറോനെ ആരാധനാക്രമം വിശേഷിപ്പിക്കുന്നു. വിശുദ്ധ മൂറോൻ വെറുമൊരു തൈലമല്ല, മറിച്ച് പരിശുദ്ധാത്മാവിൻ്റെ ജീവനുള്ള സാന്നിധ്യം വസിക്കുന്ന ഒന്നാണെന്ന് സഭാപിതാക്കന്മാർ പഠിപ്പിക്കുന്നു. ആത്മാവ് അതിൽ വസിക്കുകയും അതിനെ ദൈവികമായി വിശുദ്ധീകരിക്കുകയും ചെയ്യുന്നു. ഇത് പരിശുദ്ധാത്മാവിൻ്റെ ദൃശ്യമായ അടയാളമാണ്. മൂറോൻ കൂദാശ ചെയ്യപ്പെടുമ്പോൾ അദൃശ്യനായ പരിശുദ്ധാത്മാവ് ആ തൈലത്തിൽ ആവസിക്കുന്നു. അത് ദൈവിക ശക്തിയുടെ കലവറയായി നിലകൊള്ളുന്നു. ഈ തൈലത്തിൽ ആത്മീയമായ ഒരു വാസമുണ്ട്. മൂറോൻ കൂദാശയിലെ പ്രാർത്ഥനകൾ പ്രകാരം പരിശുദ്ധാത്മാവ് ഈ തൈലത്തെ തൻ്റെ ആവാസ കേന്ദ്രമാക്കുന്നു. ഇതിനെ സഭ ഇങ്ങനെ വിശേഷിപ്പിക്കുന്നു: മൂറോൻ കൂദാശയിലെ പ്രാർത്ഥനകൾ പ്രകാരം പരിശുദ്ധാത്മാവ് ഈ തൈലത്തെ തൻ്റെ ആവാസ കേന്ദ്രമാക്കുന്നു എന്ന് സഭ വിശേഷിപ്പിക്കുന്നു. വിശ്വാസിയുടെ മേൽ ഇത് പൂശുമ്പോൾ പരിശുദ്ധാത്മാവ് അവരിൽ മുദ്രയിടപ്പെടുന്നു. ആത്മാവിനും ശരീരത്തിനും സുഖവും ശക്തിയും നൽകുന്ന ഒന്നായി അത് മാറുന്നു. ഇതിനെ ആത്മീയമായ തീ, സ്പിരിച്വൽ ഫയർ എന്നാണ് സഭാപിതാവായ മാർ അപ്രേം വിശേഷിപ്പിച്ചത്. ഈ തൈലം തൊടുമ്പോൾ പാപങ്ങൾ ഭസ്മീകരിക്കപ്പെടുകയും ആത്മാവ് പ്രകാശപൂരിതമാവുകയും ചെയ്യുന്നു. മൂറോൻ അഭിഷേകം നടത്തുന്നത് വൈദികന്റെ വലത്ത് കൈയിലെ തള്ളവിരലുകൊണ്ടാണ്. എന്താണ് ഇതിൻ്റെ പ്രതീകാത്മകമായ അർത്ഥം? വിശുദ്ധ മാമോദീസായിലും മൂറോൻ അഭിഷേകത്തിലും വൈദികൻ തൻ്റെ വലത്ത് കൈയിലെ തള്ളവിരൽ ഉപയോഗിക്കുന്നു. സഭാ പാരമ്പര്യത്തിൽ വലിയ അർത്ഥങ്ങൾ പിതാക്കന്മാർ കൽപ്പിച്ച് നൽകുന്നുണ്ട്. ഒന്ന്, ശ്ലൈഹിക കൈവെപ്പിന് പകരമായി ഇത് സൂചിപ്പിക്കുന്നു. ആദിമസഭയിൽ മാമോദീസായ്ക്ക് ശേഷം അപ്പോസ്തലന്മാർ വിശ്വാസികളുടെ മേൽ കൈവച്ച് പ്രാർത്ഥിച്ചിരുന്നു. പരിശുദ്ധാത്മാവിനെ പകർന്ന് നൽകുകയും ചെയ്തു. സഭ വളർന്നതോടെ എല്ലാ സ്ഥലത്തും അപ്പോസ്തലന്മാർക്ക് നേരിട്ടെത്തി കൈവെക്കാൻ സാധിക്കാതെ വന്നു. ഇതിനു പകരമായിട്ടാണ് അപ്പോസ്തലന്മാരുടെ പിൻഗാമികളായ മെത്രാന്മാർ കൂദാശ ചെയ്ത മൂറോൻ ഉപയോഗിച്ചു തുടങ്ങിയത്. വൈദികൻ തൻ്റെ തള്ളവിരൽ മൂറോൻ കുപ്പിക്കുള്ളിൽ മുക്കി, അല്ലെങ്കിൽ വിരലിൽ വിശുദ്ധ മൂറോൻ എടുത്ത് വിശ്വാസിയുടെ മേൽ കുരിശടയാളം വരയ്ക്കുമ്പോൾ അത് അപ്പോസ്തലന്മാരുടെ കൈവെപ്പിനെ പ്രതിദാനം ചെയ്യുന്നു. രണ്ട്, ഈ തള്ളവിരൽ അധികാരത്തിൻ്റെ വിരലാണ്. മനുഷ്യൻ്റെ കൈവിരലുകളിൽ ഏറ്റവും ശക്തിയുള്ളതും ബാക്കി 4 വിരലുകളെയും നിയന്ത്രിക്കാൻ ശേഷിയുള്ളതുമായ വിരൽ എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്. ഇത് ദൈവത്തിൻ്റെ ശക്തിയെ പ്രത്യേകമായിട്ട് സൂചിപ്പിക്കുന്നു. മൂറോൻ അഭിഷേകത്തിലൂടെ ഒരു വ്യക്തിയെ പരിശുദ്ധാത്മാവിൻ്റെ മുദ്രയാൽ ഉറപ്പിക്കുന്നത് ദൈവത്തിൻ്റെ അധികാരത്താലാണെന്ന് ഇത് വ്യക്തമാക്കുന്നു. 3, മുദ്ര വയ്ക്കുന്ന രീതി. മൂറോൻ അഭിഷേകത്തെ സീലിംഗ് എന്നാണ് വിളിക്കുന്നത്. പണ്ടുകാലത്ത് രാജാക്കന്മാരോ അധികാരികളോ ഒരു മുദ്ര പതിപ്പിക്കുമ്പോൾ തള്ളവിരൽ ഉപയോഗിച്ച് അമർത്തുന്ന രീതി ഉണ്ടായിരുന്നു. മാമോദിസ സ്വീകരിക്കുന്ന കുഞ്ഞ് ദൈവത്തിന് സ്വന്തമാണെന്ന് ഉറപ്പിക്കുന്ന മുദ്ര ചാർത്തലാണ് തള്ളവിരൽ ഉപയോഗത്തിലൂടെ നാം കാണുന്നത്. ഇത് ആ വ്യക്തിയെ സാത്താൻ്റെ അധികാരത്തിൽ നിന്നും മാറ്റി ദൈവത്തിൻ്റെ സംരക്ഷണയിൽ ആക്കുന്നു. 4, കുരിശടയാളം വരയ്ക്കാനുള്ള സൗകര്യം. ശരീരത്തിൽ കുരിശടയാളം വരയ്ക്കുമ്പോൾ തള്ളവിരൽ ഉപയോഗിക്കുന്നത് കൂടുതൽ കൃത്യതയും അതിന് ഭക്തിപരമായ ഒരു ആകർഷണവും നൽകുന്നുണ്ട്. ചുരുക്കത്തിൽ, തള്ളവിരൽ ഉപയോഗിച്ചുകൊണ്ടുള്ള അഭിഷേകം എന്നത് കേവലം ഒരു രീതിയല്ല, മറിച്ച് അത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും ദൈവത്തിൻ്റെ ഉടമസ്ഥാവകാശവും ആ വ്യക്തിയിൽ പതിപ്പിക്കുന്നു എന്നതിൻ്റെ അടയാളമാണ്. മൂറോൻ പൂശുമ്പോൾ പഴയ നിയമത്തിലെ പുരോഹിതനായ അഹറോന്റെ അഭിഷേകത്തെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. എന്താണ് ഇതിൻ്റെ കാരണം? വിശുദ്ധ മൂറോൻ കൂദാശയിൽ പഴയ നിയമത്തിലെ അഹറോന്റെ അഭിഷേകത്തെ വളരെ പ്രാധാന്യത്തോടു കൂടിയാണ് സ്മരിക്കുന്നത്. സുറിയാനി സഭാ പാരമ്പര്യത്തിൽ അഹറോന്റെ അഭിഷേകം ഒരു പ്രധാന ദൃഷ്ടാന്തമാണ്. വിശുദ്ധ ബൈബിളിൽ സങ്കീർത്തനം 133:2 നാം ഒരു ഭാഗം വായിക്കുന്നുണ്ട്. അഹറോന്റെ തലയിൽ ഒഴിച്ച് താടിയിൽ കൂടി അവൻ്റെ വസ്ത്രത്തിൻ്റെ അരികിലേക്ക് ഒലിച്ചിറങ്ങുന്ന അഭിഷേക തൈലത്തെക്കുറിച്ച്. എന്താണിത് സൂചിപ്പിക്കുന്നത്? അവിടെ ദൈവികമായ ഒരു തെരഞ്ഞെടുപ്പുണ്ട്. അഹറോനെ പുരോഹിതനായി വേർതിരിച്ചതുപോലെ മൂറോൻ വഴി ഒരു വ്യക്തിയെ ദൈവത്തിനായി സമർപ്പിക്കുന്നു എന്നതിനെ സൂചിപ്പിക്കുന്നു.
മാമോദിസ മൂറോനഭിഷേകം സ്വീകരിക്കുന്ന വ്യക്തി ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടു എന്നതിനെ സൂചിപ്പിക്കുന്നു. അടുത്തതായി പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യമുണ്ട്. അഹ്റോന്റെ തലയിൽ ഒഴിച്ച തൈലം പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൻ്റെ പ്രതീകമാണ്. മൂറോൻ കൂദാശയിലൂടെ ഈ ആത്മീയ ചൈതന്യം വിശ്വാസികളിലേക്ക് പകരപ്പെടുന്നു എന്ന് സഭ പഠിപ്പിക്കുന്നു. ഇനിയും സൗരഭ്യം എന്ന വാക്ക് അവിടെ നാം കാണുന്നുണ്ട്. അഹ്റോനെ അഭിഷേകം ചെയ്ത തൈലത്തിന് പ്രത്യേക സുഗന്ധമുണ്ടായിരുന്നു. അതുപോലെ ക്രിസ്തുവിൻ്റെ സൗരഭ്യം വിശ്വാസികളിൽ നിറയുന്നതിനെ ഇത് അർത്ഥമാക്കുന്നു. മൂറോൻ അഭിഷേകം സ്വീകരിക്കുന്ന വ്യക്തി നിർമ്മലമായ കുഞ്ഞാടായിട്ടാണ് അവതരിപ്പിക്കുന്നത്. വിശുദ്ധ മൂറോൻ കൂദാശയിൽ അഭിഷേകം ചെയ്യപ്പെടാൻ ഒരുങ്ങുന്ന വ്യക്തിയെ നിർമ്മലമായ കുഞ്ഞാടായി അവതരിപ്പിക്കുന്നതിൻ്റെ കാരണം എന്താണ്? ഒന്ന്, ക്രിസ്തുവിനോടുള്ള സാദൃശ്യം. വിശുദ്ധ യോഹന്നാൻ സ്നാപകൻ യേശുവിനെ ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് വിളിച്ചു. മൂറോൻ സ്വീകരിക്കുന്ന വ്യക്തി തൻ്റെ മാമോദീസായിലൂടെ ക്രിസ്തുവിനോട് ചേർക്കപ്പെടുകയും ക്രിസ്തുവിനെ പോലെ ഒരു ബലിയായി സ്വയം ദൈവത്തിന് സമർപ്പിക്കുകയും ചെയ്യുന്നു എന്നതിനെ സൂചിപ്പിക്കുന്നു. രണ്ട്, മാമോദീസായിലൂടെയുള്ള ശുദ്ധീകരണം. മൂറോൻ അഭിഷേകത്തിന് തൊട്ടു മുമ്പ് മാമോദിസ മുങ്ങുന്നതിലൂടെ വ്യക്തിയുടെ സകല പാപങ്ങളും കഴുകി കളയപ്പെടുന്നു. അതുകൊണ്ട് ആ വ്യക്തി ആത്മീയമായി ഒരു നിർമ്മല കുഞ്ഞാടിനെ പോലെ പരിശുദ്ധനാകുന്നു. ആ അവസ്ഥയിലാണ് പരിശുദ്ധാത്മാവിൻ്റെ മുദ്രയായ വിശുദ്ധ മൂറോൻ ആ വ്യക്തിയിൽ പതിക്കുന്നത്. മൂന്ന്, സ്വർഗീയ മണവാളൻ്റെ മണവാട്ടി. സുറിയാനി സഭാ പാരമ്പര്യത്തിൽ മാമോദീസായെയും മൂറോൻ അഭിഷേകത്തെയും ഒരു വിവാഹത്തോടാണ് ഉപമിക്കുന്നത്. ക്രിസ്തുവാകുന്ന മണവാളനെ സ്വീകരിക്കാൻ ഒരുങ്ങി നിൽക്കുന്ന നിർമ്മല കുഞ്ഞാടായി സഭയിലെ ഓരോ പുതിയ അംഗത്തെയും സഭ പ്രത്യേകമായി കാണുന്നു. പിന്നീട് മദ്ബഹ പ്രവേശനത്തെക്കുറിച്ച് നാം കാണുന്നുണ്ട്. സുറിയാനി സഭാ പാരമ്പര്യത്തിൽ വിശുദ്ധ മൂറോൻ കൊണ്ട് അഭിഷേകം ചെയ്യപ്പെട്ട വ്യക്തിയെ മദ്ബഹായിലേക്ക് കൊണ്ടുപോകുന്നു. വലിയ അർത്ഥങ്ങൾ പിതാക്കന്മാർ ഈ ചടങ്ങിന് നൽകുന്നുണ്ട്. മദ്ബഹ പ്രവേശനം എന്നാണ് ഇത് വിളിക്കപ്പെടുന്നത്. വിശുദ്ധ മൂറോൻ അഭിഷേകത്തിന് ശേഷം ഒരു വ്യക്തിയെ മദ്ബഹായിലേക്ക് ആനയിക്കുന്നത് നഷ്ടപ്പെട്ട പറുദീസായിലേക്കുള്ള പുനഃപ്രവേശനമായിട്ടാണ്. മദ്ബഹ ഭൂമിയിലെ പറുദീസയാണ്. സുറിയാനി പിതാക്കന്മാരുടെ ചിന്തയനുസരിച്ച് മദ്ബഹ ഏദൻ തോട്ടത്തിൻ്റെ അല്ലെങ്കിൽ സ്വർഗീയ പറുദീസായുടെ പ്രതീകമാണ്. ആദാമും ഹവ്വായും പാപം ചെയ്തപ്പോൾ പറുദീസായിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. എന്നാൽ മൂറോൻ വഴി വിശുദ്ധീകരിക്കപ്പെട്ട വ്യക്തി ക്രിസ്തുവിലൂടെ ആ പഴയ വിശുദ്ധി തിരികെ പ്രാപിക്കുകയും തടസ്സമില്ലാതെ മദ്ബഹായിലേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്യുന്നു. രണ്ട്, കന്യകയായ സഭയും മണവാളനും. മാമോദീസായും മൂറോനും വഴി ആ വ്യക്തി ആത്മീയമായി മനോഹരമാക്കപ്പെടുന്നു. മാമോദീസ തൊട്ടിയിൽ നിന്ന് കയറുന്ന വ്യക്തിയെ നിർമ്മലമായ കുഞ്ഞാടെന്ന് വിളിക്കുന്നു. ഈ കുഞ്ഞാടിനെ മദ്ബഹായുടെ വാതിക്കൽ പറുദീസായുടെ വാതിലിൽ മണവാളനായ ക്രിസ്തു സ്വീകരിക്കുന്നു. മൂന്ന്, കാവൽക്കാരായ കെരൂബുകളും മൂറോന്റെ മുദ്രയും തമ്മിലുള്ള ബന്ധം. ഉൽപ്പത്തി പുസ്തകത്തിൽ പറുദീസായുടെ വാതിക്കൽ തീനാവുള്ള വാളുമായി നിൽക്കുന്ന കെരൂബുകളെ കുറിച്ച് പറയുന്നുണ്ട്. പാപികൾക്ക് അങ്ങോട്ട് പ്രവേശനമില്ല. എന്നാൽ ഒരു വ്യക്തിയുടെ നെറ്റിയിൽ മൂറോൻ കൊണ്ട് മുദ്രയിടുമ്പോൾ ആ ആത്മീയ മുദ്ര കണ്ടിട്ട് സ്വർഗീയ കാവൽക്കാർ ആ വ്യക്തിക്കായി പറുദീസായുടെ വാതിൽ തുറന്നു കൊടുക്കുന്നു. ഈ മുദ്രയുള്ള വ്യക്തിക്ക് തീജ്വാലകളെ ഭയപ്പെടാതെ ദൈവസന്നിധിയിലേക്ക് നടന്നു കയറാം എന്നതാണ് ഇതിൻ്റെ അർത്ഥം. നാലാമതായി, സ്വർഗീയ പൗരത്വം. മദ്ബഹ എന്നത് സ്വർഗത്തിൻ്റെ പ്രതീകമാണ്. മൂറോൻ അഭിഷേകം വഴി പരിശുദ്ധാത്മാവിൻ്റെ മുദ്ര ലഭിച്ച വ്യക്തി ഭൂമിയിലെ സാധാരണക്കാരൻ എന്നതിലുപരി സ്വർഗത്തിലെ പൗരനായി മാറി എന്ന് ഇത് പ്രഖ്യാപിക്കുന്നു. ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് പ്രവേശിക്കാനുള്ള അവകാശം ആ വ്യക്തിക്ക് ലഭിച്ചുവെന്ന് ഇത് സൂചിപ്പിക്കുന്നു. അഞ്ചാമതായി, രാജകീയ പുരോഹിത വർഗം. വിശുദ്ധ പൗലോസ്ലീഹ പഠിപ്പിക്കുന്നത് പോലെ നാം തിരഞ്ഞെടുക്കപ്പെട്ട വംശവും രാജകീയ പുരോഹിത വർഗവുമാണ്. പഴയ നിയമത്തിൽ പുരോഹിതന്മാർക്ക് മാത്രമായിരുന്നു മദ്ബഹായിൽ പ്രവേശനമുണ്ടായിരുന്നത്. എന്നാൽ മൂറോൻ വഴി അഭിഷേകം ചെയ്യപ്പെട്ട ഓരോ വിശ്വാസിയും ഒരാത്മീയ പുരോഹിതനായി മാറുന്നു എന്നതിൻ്റെ അടയാളമായിട്ടാണ് അവരെ മദ്ബഹായിലേക്ക് ആനയിക്കുന്നതും ബലിപീഠത്തെ ചുംബിക്കാൻ അനുവദിക്കുന്നതും. 6, മണവാളനെ സ്വീകരിക്കൽ. സുറിയാനി ആരാധനക്രമത്തിൽ മാമോദീസായെ ഒരു വിവാഹത്തോടാണ് ഉപമിക്കുന്നത്. അഭിഷേകം ചെയ്യപ്പെട്ട വ്യക്തി
മണവാട്ടിയായ സഭയുടെ ഭാഗമാണ്. മണവാളനായ ക്രിസ്തുവിൻ്റെ വിരുന്നിൽ, അതായത് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാനുള്ള ക്ഷണമാണ് ഈ മദ്ബഹ പ്രവേശനം. ചുരുക്കത്തിൽ മോറോൻ അഭിഷേകം ചെയ്ത വ്യക്തിയെ മദ്ബഹായിലേക്ക് കൊണ്ടുപോകുന്നത് ആ വ്യക്തി വിശുദ്ധീകരിക്കപ്പെട്ടുവെന്നും ദൈവത്തിൻ്റെ അതിഥിയായ സ്വർഗീയ വിരുന്നിൽ സംബന്ധിക്കുവാൻ യോഗ്യത നേടിയെന്നും വെളിപ്പെടുത്താനാണ്. വിശുദ്ധ ത്രോണോസിന് 3 പ്രാവശ്യം വലം വെക്കുന്നതായി നാം കാണുന്നു. 3 തവണ വലം വെക്കുന്നത് പരിശുദ്ധ തൃത്വത്തോടുള്ള ആദരവ് പ്രകടിപ്പിക്കാനാണ്. തൻ്റെ ജീവിതത്തിൻ്റെ കേന്ദ്രം ഇനി മുതൽ ക്രിസ്തുവാണെന്നും സഭയുടെ ആത്മീയ ജീവന്റെ ഉറവിടമായ ബലിപീഠത്തോട് താൻ എന്നും വിശ്വസ്തനായിരിക്കുമെന്നും ആ വ്യക്തി ഇതിലൂടെ പ്രതിജ്ഞ ചെയ്യുന്നു. മണവാളനായ ക്രിസ്തുവുമായിട്ടുള്ള ഒരു വിവാഹത്തോട് ഇതിനെ ഉപമിക്കുന്നുണ്ട്. മലങ്കര സഭയുടെ ആരാധനക്രമം അനുസരിച്ച് മാമോദീസായെ ഒരു ആത്മീയ വിവാഹമായിട്ടാണ് കണക്കാക്കുന്നത്. പുതുതായി മാമോദീസ മുങ്ങിയ വ്യക്തി സഭയാകുന്ന മണവാട്ടിയുടെ പ്രതിരൂപമായും ക്രിസ്തുവിനെ മണവാളനായും സങ്കല്പിക്കുന്നു. കല്യാണത്തിന് ശേഷം ദമ്പതികൾ വലം വെക്കുന്നത് പോലെ മോറോൻ അഭിഷേകത്തിലൂടെ ക്രിസ്തുവിനോട് ചേർക്കപ്പെട്ടയാൾ തൻ്റെ മണവാളനോടുള്ള ഐക്യം പ്രഖ്യാപിക്കുന്നതിനാണ് വിശുദ്ധ ത്രോണോസിന് ചുറ്റും പ്രദക്ഷിണം വെക്കുന്നത്. ഇതിനെ ആഹ്ലാദ പ്രദക്ഷിണം എന്ന് വിളിക്കുന്നു, പ്രൊസഷൻ ഓഫ് ജോയ്. പാപങ്ങളിൽ നിന്ന് മോചിതനായി പരിശുദ്ധാത്മാവിൻ്റെ മുദ്ര സ്വീകരിച്ച ദൈവരാജ്യത്തിൻ്റെ അവകാശിയായി മാറിയതിനുള്ള വലിയ സന്തോഷമാണ് ഈ ചടങ്ങിലൂടെ പ്രകടിപ്പിക്കുന്നത്. സ്വർഗീയ സിയോനെ ചുറ്റി മാലാഖമാർ ആഹ്ലാദിക്കുന്നത് പോലെ വിശ്വാസി ദൈവസാന്നിധ്യം വസിക്കുന്ന മദ്ബഹായെ ചുറ്റുന്നു. അടുത്തതായി പരിശുദ്ധ തൃത്വത്തിലുള്ള അടിയുറച്ച വിശ്വാസവും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. 3 തവണ പ്രദക്ഷിണം വെക്കുന്നത് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നീ പരിശുദ്ധ തൃത്വത്തോടുള്ള പൂർണ്ണമായ സമർപ്പണത്തെ കാണിക്കുന്നു. മോറോൻ അഭിഷേകത്തിലൂടെ ലഭിച്ച കൃപാവരങ്ങളെ ഹൃദയത്തിൽ ഉറപ്പിക്കുകയാണ് ഈ യാത്രയിലൂടെ ചെയ്യുന്നത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട മറ്റൊരു വശം, ഈ പ്രദക്ഷിണത്തിന് ശേഷമാണ് ആ വ്യക്തിക്ക് ആദ്യമായി വിശുദ്ധ കുർബാന നൽകുന്നത്. ബലിപീഠം ദൈവത്തിൻ്റെ സിംഹാസനമായതിനാൽ ആ സിംഹാസനത്തിന് ചുറ്റും വലം വയ്ക്കുന്നതിലൂടെ തൻ്റെ ജീവിതം ഇനി മുതൽ വിശുദ്ധ കുർബാന കേന്ദ്രീകൃതമായിരിക്കുമെന്നും ഈ വ്യക്തി പ്രഖ്യാപിക്കുന്നു. 3-മതായി സ്വർഗീയ സിയോന്റെ അനുഭവം. മദ്ബഹ എന്നത് ദൈവത്തിൻ്റെ സിംഹാസനത്തെയും സ്വർഗീയ മണവറയുമാണ് സൂചിപ്പിക്കുന്നത്. സ്വർഗത്തിൽ മാലാഖമാർ ദൈവസിംഹാസനത്തിന് ചുറ്റും നിന്ന് സ്തുതിക്കുന്നത് പോലെ പാപവിമുക്തനായ പുതിയ വിശ്വാസി സ്വർഗീയ സന്തോഷത്തിൽ പങ്കുചേരുന്നതായി നാം പ്രദക്ഷിണത്തിലൂടെ അവതരിപ്പിക്കുന്നു. അടുത്തതായി നിത്യജീവനിലേക്കുള്ള പ്രയാണം. ഭൂമിയിലെ ജീവിതം അവസാനമല്ലെന്നും അത് ദൈവരാജ്യത്തിലേക്കുള്ളൊരു തീർത്ഥാടനമാണെന്നും ഈ പ്രദക്ഷിണം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. വിശുദ്ധ ത്രോണോസിനെ കേന്ദ്രമാക്കിയുള്ള ഈ പ്രദക്ഷിണം തൻ്റെ ജീവിതത്തിൻ്റെ കേന്ദ്രം ഇനി മുതൽ ദൈവമായിരിക്കുമെന്നുള്ള പുതിയ വിശ്വാസിയുടെ പ്രഖ്യാപനമാണ്. ത്രോണോസിൻ്റെ 4 കോണുകൾ മുത്തുന്നുണ്ട്. നഷ്ടപ്പെട്ട പുത്രൻ പിതാവിൻ്റെ അടുത്തേക്ക് മടങ്ങി വരുന്നത് പോലെ ആത്മാവ് അതിൻ്റെ യഥാർത്ഥ വാസസ്ഥലമായ ദൈവത്തിലേക്ക് മടങ്ങിയെത്തുന്നു. ഈ ശുശ്രൂഷയ്ക്ക് ആത്മീയവും പ്രതീകാത്മകവുമായ നിരവധി അർത്ഥങ്ങൾ പിതാക്കന്മാർ അവതരിപ്പിക്കുന്നുണ്ട്. 1-മതായി രാജകീയ പുരോഹിയ പദവി. മാമോദീസായിലൂടെയും മോറോൻ അഭിഷേകത്തിലൂടെയും ഒരാൾ ക്രിസ്തുവിൻ്റെ ശരീരമായ സഭയുടെ പൂർണ്ണ അംഗമായി മാറുന്നു. വിശുദ്ധ ത്രോണോസിൻ്റെ കോണുകൾ ചുംബിക്കുന്നതിലൂടെ താൻ ഇനി മുതൽ ദൈവത്തിൻ്റെ വിശുദ്ധ മന്ദിരത്തിലെ ഒരു ജീവനുള്ള കല്ലാണെന്നും ദൈവത്തോട് അത്രമേൽ അടുത്ത വ്യക്തിയാണെന്നും ആ വിശ്വാസി പ്രഖ്യാപിക്കുന്നു. 2-മതായി ദൈവത്തോടുള്ള സ്നേഹവും ബഹുമാനവും. വിശുദ്ധ ത്രോണോസ് എന്നത് ദൈവത്തിൻ്റെ സിംഹാസനത്തെയും ക്രിസ്തുവിൻ്റെ കല്ലറയും പ്രതീകപ്പെടുത്തുന്നു. ഇതിൻ്റെ 4 കോണുകൾ ചുംബിക്കുന്നത് വഴി ദൈവത്തോടുള്ള തൻ്റെ അഗാധമായ സ്നേഹവും ഭക്തിയും ആ വ്യക്തി പ്രകടിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ സന്നിധിയിൽ തനിക്ക് ലഭിച്ച വലിയ അംഗീകാരത്തിന്, അതായത് ദൈവമകൻ മകൾ എന്ന പദവിക്ക് നന്ദി പറയുന്നു. മറ്റൊരു അർത്ഥം പിതാക്കന്മാർ നൽകുന്നത് 4 സുവിശേഷങ്ങളോടും ഉള്ള ഒരു വലിയ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ത്രോണോസിൻ്റെ 4 കോണുകൾ ലോകത്തിൻ്റെ 4 ദിക്കുകളെ സൂചിപ്പിക്കുന്നു. ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും സുവിശേഷം എത്തിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് ഓരോ ക്രിസ്ത്യാനിയും എന്ന് ഈ പ്രതീകാത്മകമായ ചടങ്ങിലൂടെ അവതരിപ്പിക്കുന്നു. ചുരുക്കത്തിൽ ഈ ചടങ്ങ് പുതിയ വിശ്വാസിയും ദൈവവും തമ്മിലുള്ള ഗാഢമായ ബന്ധത്തിൻ്റെ അടയാളമാണ്. സാധാരണ വിശ്വാസികൾക്ക് മദ്ബഹായിൽ പ്രവേശനമില്ലെങ്കിലും മാമോദീസ ദിവസം ആ വ്യക്തി ഒരു പുതിയ സൃഷ്ടിയായതിനാൽ രാജകീയമായി മദ്ബഹായിൽ പ്രവേശിക്കുവാനും ത്രോണോസിനെ വണങ്ങുവാനും സഭ അനുവാദം നൽകുന്നു. മോറോൻ അഭിഷേകത്തിൻ്റെ അവസാന ഭാഗത്ത്
ഈ വ്യക്തിക്ക് കിരീടം നൽകുന്നതായി നാം കാണുന്നുണ്ട്. കിരീടം ധരിപ്പിക്കൽ എന്നാണ് ഇതിൻ്റെ പേര്. ഇതിന് സ്വർഗീയ മഹത്വത്തിൻ്റെ കിരീടം എന്നാണ് പേര് നൽകിയിരിക്കുന്നത്. പ്രദക്ഷിണത്തിന് തൊട്ടു പിന്നാലെ കാർമികൻ പുതിയ വിശ്വാസിയെ കിരീടം ധരിപ്പിക്കുന്നു. പ്രദക്ഷിണം വഴി ആ വ്യക്തി ഒരു വിശ്വാസത്തിൻ്റെ പോരാളിയായി മാറുകയും സ്വർഗീയ കിരീടത്തിന് അർഹനാവുകയും ചെയ്തു എന്നതിൻ്റെ സൂചനയാണ്. ഇതിൻ്റെ അർത്ഥം എന്തെല്ലാമാണ്? ഒന്ന്, രാജകീയ പദവിയും പുരോഹിത ശുശ്രൂഷയും. മാമോദീസായിലൂടെ ഒരാൾ ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമാകുകയും ദൈവത്തിൻ്റെ മകൻ അഥവാ മകൾ എന്ന പദവിയിലേക്ക് ഉയർത്തപ്പെടുകയും ചെയ്യുന്നു. ബൈബിൾ വചനപ്രകാരം വിശ്വാസി രാജകീയ പുരോഹിത വർഗമായി മാറ്റപ്പെടുന്നു. ഈ രാജകീയ പദവിയെ സൂചിപ്പിക്കാനാണ് പുതിയ വിശ്വാസിയെ കിരീടം ധരിപ്പിക്കുന്നത്. രണ്ട്, പാപത്തിന്മേലുള്ള വിജയം. ഈ കിരീടം ഒരു വിജയ കിരീടമാണ്. സാത്താനെയും പാപത്തെയും ഉപേക്ഷിച്ച് ക്രിസ്തുവിനെ സ്വീകരിച്ച വ്യക്തി ആത്മീയ പോരാട്ടത്തിൽ വിജയിച്ച ഒരു യോദ്ധാവിനെ പോലെ ആദരിക്കപ്പെടുന്നു. മൂന്ന്, മണവാളനും മണവാട്ടിയും തമ്മിലുള്ള ബന്ധം. സുറിയാനി ആരാധനയിൽ മാമോദീസ എന്നത് സഭയാകുന്ന മണവാട്ടിയും ക്രിസ്തുവാകുന്ന മണവാളനും തമ്മിലുള്ള ആത്മീയ വിവാഹമാണ്. വിവാഹ ചടങ്ങിൽ മണവാളനെയും മണവാട്ടിയും കിരീടം ധരിപ്പിക്കാറുള്ളതുപോലെ ക്രിസ്തുവിനോട് ചേർക്കപ്പെട്ട ആത്മാവ് രാജകീയ മണവാട്ടിയായി അല്ലെങ്കിൽ മണവാളനായി അലങ്കരിക്കപ്പെടുന്നു. നാല്, സ്വർഗീയ മഹത്വത്തിൻ്റെ പ്രതീകം. യാക്കോബ് 1:12 പറയുന്നു ജീവന്റെ കിരീടത്തെക്കുറിച്ച്. ഈ കിരീടത്തെ ഇവിടെ പ്രതിദാനം ചെയ്യുന്നുണ്ട്. 5, മദ്ബഹായുടെ പ്രവേശന കവാടത്തിൻ്റെ പ്രാധാന്യം. മദ്ബഹായുടെ കവാടം സ്വർഗവാതിലിൻ്റെ പ്രതീകമാണ്. സ്വർഗീയ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു വ്യക്തി കിരീടധാരിയായി വേണം കടന്നു വരാൻ എന്ന സങ്കല്പമാണ് ഇതിന് പിന്നിലുള്ളത്. ചുരുക്കത്തിൽ സുറിയാനി ആരാധനക്രമത്തിൽ പ്രത്യേകിച്ച് മാമോദീസായിലും വിവാഹ കൂദാശയിലും ഉപയോഗിക്കുന്ന കിരീടം കേവലം ഒരു അലങ്കാരമല്ല, മറിച്ച് ആഴമേറിയ ദൈവശാസ്ത്ര സത്യങ്ങൾ വഹിക്കുന്ന ഒരടയാളമാണ്. ഈ ശുശ്രൂഷയിൽ ഈ കിരീടത്തെക്കുറിച്ച് പല വിശേഷണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. മൂറോൻ അഭിഷേകത്തിൻ്റെ ആരാധനാ ദൈവശാസ്ത്രം ഈ കിരീടത്തെ അവതരിപ്പിക്കുന്നത് ഇപ്രകാരമാണ്. ദൈവം തൻ്റെ സ്വന്തം കരങ്ങളാൽ മെനഞ്ഞെടുത്തതാണ് ഈ കിരീടം. സർവശക്തനായ ദൈവം തൻ്റെ സ്വന്തം കരങ്ങളാൽ മെനഞ്ഞെടുത്ത ഈ കിരീടം കണ്ട് ഭൂമിയിലെ രാജാക്കന്മാർ പോലും അസൂയപ്പെടുന്നു എന്ന് പ്രാർത്ഥന വിവരിക്കുന്നു. ഇത് ലൗകിക രാജ്യത്വത്തേക്കാൾ വലിയ പദവിയുള്ള ഒരാത്മീയ പദവിയാണിത്. ഇനി ഇത് ദൈവത്തിൻ്റെ നേരിട്ടുള്ള കരവേലയായിട്ട് അവതരിപ്പിക്കുന്നു. മനുഷ്യനുണ്ടാക്കിയതല്ല ഈ കിരീടം, മറിച്ച് സർവശക്തൻ ഒരു വ്യക്തിക്കായി ഒരുക്കിയതാണ് എന്ന് ആരാധനാ ദൈവശാസ്ത്രം നമ്മെ പഠിപ്പിക്കുന്നു. മൂന്നാമതായി, ഒരു സ്വർഗീയ പൗരത്വം ഇത് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട്. നാലാമതായി, ഇത് ക്രിസ്തുവിൻ്റെ വിജയം തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ഇനിയും മറ്റൊരു ഭാഗത്ത് കിരീടധാരികളുടെ വസ്ത്രങ്ങൾ ശോഭയുള്ളതാണ്, ജോർദാൻ നദിയേക്കാൾ അധികം അത് പ്രകാശിക്കുന്നു എന്ന് അവതരിപ്പിക്കുന്നുണ്ട്. പ്രകാശത്തിൻ്റെ വസ്ത്രമായിട്ട് പിതാക്കന്മാർ ഇതിനെ അവതരിപ്പിക്കുന്നുണ്ട്. ആദം പാപം ചെയ്തപ്പോൾ നഷ്ടപ്പെടുത്തിയ തേജസ്സിൻ്റെ വസ്ത്രം മാമോദീസായിലൂടെ തിരികെ ലഭിക്കുന്നു എന്നാണ് സഭ പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഇത് ജോർദാനിനേക്കാൾ പ്രകാശമുള്ളതാണ്. യേശു സ്നാനമേറ്റ നദിയാണ് ജോർദാൻ. എന്നാൽ ആ നദിയിലെ വെള്ളത്തേക്കാൾ പ്രകാശമുള്ളതും ദൈവത്തിന് പ്രിയപ്പെട്ടതും പരിശുദ്ധാത്മാവിനാൽ പുതുക്കപ്പെട്ട മനുഷ്യൻ്റെ ആത്മാവാണെന്ന് ഈ വരികൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഈ കിരീടധാരണത്തിലൂടെ മാമോദീസ സ്വീകരിച്ച വ്യക്തി ഒരു രാജകുമാരൻ അല്ലെങ്കിൽ രാജകുമാരിയായി രൂപാന്തരം പ്രാപിക്കുകയാണ്. ഇനിയും ഇത് വിജയത്തിൻ്റെ പ്രതീകമാണ്. ഈ കാരണങ്ങൾ കൊണ്ടാണ് ഇതിനെ ശോഭയുള്ളതെന്നും ജോർദാൻ നദിയേക്കാൾ അധികം പ്രകാശിക്കുന്നത് എന്നും പിതാക്കന്മാർ അവതരിപ്പിക്കുന്നത്. ഇനിയും ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത, വാടാത്ത കിരീടം എന്നൊരു പ്രയോഗം നമുക്ക് കാണാൻ സാധിക്കും. നിന്റെ തലയിൽ ചൂടിക്കപ്പെട്ട ഈ കിരീടം വാടിപ്പോകുന്നതല്ല, അത് സ്വർഗീയ മണവാളൻ നിനക്കായി ഒരുക്കിയിട്ടുള്ളതാണ്. അവിടെയും ഒരു രാജകീയ പദവി നമ്മൾ കാണുന്നു. എന്താണ് വാടാത്ത കിരീടം കൊണ്ട് സൂചിപ്പിക്കുന്നത്? ലോകത്തിലെ പൂക്കൾ കൊണ്ടോ ലോഹങ്ങൾ കൊണ്ടോ ഉള്ള കിരീടങ്ങൾ കാലക്രമേണ നശിച്ചു പോകും. എന്നാൽ പരിശുദ്ധാത്മാവിനാൽ നൽകപ്പെടുന്ന ഈ കിരീടം ആത്മീയമാണ്. വിശ്വാസത്തിൽ ജീവിക്കുന്ന ഒരാൾക്ക് നിത്യജീവന്റെ മഹത്വത്തിൻ്റെയും അടയാളമാണ്. പിന്നീട് ഈ കിരീടത്തെക്കുറിച്ച് നാം കാണുന്നത്, ഈ കിരീടം ആദാമി വംശത്തിൻ്റെ മകുടവും മഹത്വവുമാകുന്നു എന്നുള്ള ഒരു പ്രയോഗത്താലാണ്. നഷ്ടപ്പെട്ട മഹത്വത്തിൻ്റെ വീണ്ടെടുപ്പായിട്ടാണ്
ഈ കിരീടത്തെ അവതരിപ്പിക്കുന്നത്. നാം നേരത്തെ കണ്ടു, രാജകീയ പൗരോഹിത്യം സൂചിപ്പിക്കുന്നു. ഇത് വിജയത്തിൻ്റെ അടയാളം സൂചിപ്പിക്കുന്നു. ഈ കിരീടം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നതാണ്. ഇത് ആദാമ്യ വർഗത്തിന് ലഭിച്ച വലിയ ബഹുമതിയാകുന്നു. ഇത് ധരിക്കുന്നവൻ ദൈവത്തിൻ്റെ മക്കളെന്ന് വിളിക്കപ്പെടുന്നു. ഈ കിരീടധാരികളെ ഭാഗ്യവാന്മാരെന്നാണ് വിളിക്കുന്നത്. എന്തെന്നാൽ സ്വർഗീയരുടെ സന്തോഷമാണ് അവർ പ്രാപിച്ചിരിക്കുന്നത്. കാരണം അവിടെ ഒരു സ്വർഗീയ സൗഭാഗ്യമുണ്ട്. മാമോദിസ വെറും ഒരു മതപരമായ ചടങ്ങല്ല, മറിച്ച് സ്വർഗരാജ്യത്തിലേക്കുള്ള പ്രവേശനമാണ്. സ്വർഗത്തിലെ മാലാഖമാർ ദൈവത്തെ എപ്പോഴും ദർശിച്ചുകൊണ്ട് അനുഭവിക്കുന്ന അതേ ആത്മീയ സന്തോഷം മാമോദിസ സ്വീകരിക്കുന്ന വ്യക്തിയും പ്രാപിക്കുന്നു. അതുപോലെ തന്നെ മാലാഖമാരുടെ സഹവാസം ഈ കിരീടധാരണത്തിലൂടെ ആ വ്യക്തിക്ക് ലഭിക്കുകയാണ്. അതുകൊണ്ടാണ് ഇതൊരു വലിയ ഭാഗ്യത്തിൻ്റെ അനുഭവമായിട്ട് അവതരിപ്പിക്കുന്നത്. കാരണം ഇത് ദൈവസന്നിധിയിലെ ഒരു ആനന്ദത്തിൻ്റെ അനുഭവമാണ്. ഇതിൻ്റെ അവസാന ഭാഗത്ത് ആരാധനക്രമം ഈ വിശ്വാസിയെ ഓർമ്മിപ്പിക്കുന്നത്, നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളുവീൻ, കാരണം നിങ്ങളിൽ നിന്ന് ഇത് ദുഷ്ടൻ തട്ടിയെടുക്കുവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ജാഗ്രത പാലിക്കണം. നിനക്ക് ലഭിച്ച ഈ ശോഭയുള്ള കിരീടത്തെപ്പറ്റി നീ ജാഗ്രതയുള്ളവനായിരിക്കണം. പിശാച് അത് നിന്നിൽ നിന്ന് മോഷ്ടിക്കപ്പെടാതിരിക്കട്ടെ. അപ്പോൾ ഒരു ആത്മീയമായ ജാഗ്രത പാലിക്കുവാനുള്ള ഒരു ആഹ്വാനവും കൽപ്പനയും ഇവിടെ ആരാധനക്രമം പ്രത്യേകമായിട്ട് നൽകുന്നുണ്ട്. ദുഷ്ടന്റെ തന്ത്രങ്ങളെക്കുറിച്ച് ബോധപൂർവമായ ഒരു ജീവിതക്രമം ഈ വിശ്വാസി പാലിക്കണം. മറ്റു വാക്കുകളിൽ പറഞ്ഞാൽ വിശുദ്ധി കാത്തു സൂക്ഷിക്കുവാൻ ഈ വ്യക്തി അങ്ങേയറ്റം ശ്രദ്ധയുള്ളവനാവണം. ഇനി പിന്നീട് നാം കാണുന്നത് ഈ കിരീടത്തെക്കുറിച്ച് ഇപ്രകാരമുള്ളൊരു വിവരണമാണ്. പുരോഹിതൻ മുഖാന്തരം മിശിഹ നിനക്ക് കിരീടം നൽകിയിരിക്കുന്നു, നിന്റെ നിവാസം എത്ര മനോഹരമാവും. അപ്പോൾ പുരോഹിതനും ക്രിസ്തുവും തമ്മിലുള്ള ബന്ധം നൽകുന്നു. മാമോദിസ നൽകുന്നത് ഒരു മനുഷ്യനാണെന്ന് തോന്നാമെങ്കിലും യഥാർത്ഥത്തിൽ അത് നൽകുന്നത് ക്രിസ്തുവാണ്. പുരോഹിതൻ ക്രിസ്തുവിൻ്റെ പ്രതിപുരുഷനായി നിന്നുകൊണ്ട് ഈ കിരീടം ചൂടിക്കുന്നു. ഇനിയും മനോഹരമായ ഒരു നിവാസം, എ ബ്യൂട്ടിഫുൾ ഡ്വെല്ലിംഗ് അവിടെ കാണാൻ സാധിക്കുന്നു. കാരണം ആത്മാവ് ഈ വ്യക്തിയിൽ വരുന്നു. ആ വ്യക്തി ദൈവത്തിൻ്റെ ആലയമായി രൂപാന്തരം പ്രാപിക്കുന്നു. സഭ എന്നൊരു ഭവനത്തെക്കുറിച്ചുള്ള ചിന്ത ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നു. ആത്മീയമായ ഒരു ശോഭ ഈ ദൈവസാന്നിധ്യത്തിൻ്റെ ഫലമായി ആ വ്യക്തിക്ക് ലഭിക്കുന്നു. അടുത്തതായി ഈ കിരീടം പ്രാപിക്കലിലൂടെ ഒരു സ്വർഗീയ വിളിയിലേക്കാണ് ഈ വ്യക്തി അർഹനാകുന്നത്. സ്വർഗീയ വിളി എന്ന് പറയുന്നത് പ്രത്യേകമായി തിരഞ്ഞെടുക്കപ്പെട്ടവർ എന്നുള്ള ചിന്ത അവതരിപ്പിക്കുന്നു. അത് വിശുദ്ധിയിലേക്കുള്ള വിളിയാണ്, ദൈവരാജ്യത്തിൻ്റെ ദൗത്യം ഏറ്റെടുക്കലാണ്, വീണ്ടും നിത്യജീവനിലേക്കുള്ള ക്ഷണം അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നു. ഈ ശുശ്രൂഷയുടെ അവസാന ഭാഗത്ത് മൂറോൻ അഭിഷേകധാരിയെ സഹോദരൻ അഥവാ സഹോദരി എന്നാണ് വിശേഷിപ്പിക്കുന്നത്. എന്താണ് ഇതിൻ്റെ കാരണം? ഒന്ന്, ദൈവത്തിൻ്റെ ദത്തെടുക്കപ്പെട്ട മക്കളായിട്ട് നാം മാറുകയാണ്. അടുത്തതായിട്ട് ജാതി മത ലിംഗ വ്യത്യാസമില്ലാതെ ഏവരും ദൈവത്തിൻ്റെ മക്കൾ എന്നുള്ള ഒരു വിശാലമായ ചിന്തയും നമുക്ക് കാണാൻ സാധിക്കും. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഗലാത്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 26 മുതൽ 28 വരെയുള്ള വചനങ്ങളിൽ ഇതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സുറിയാനി പാരമ്പര്യം വിശുദ്ധന്മാരുടെ ഐക്യത്തെക്കുറിച്ചും സൂചിപ്പിക്കുവാൻ ഈ ഒരു പ്രയോഗം പ്രത്യേകമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇനിയും മാമോദിസ സ്വീകരിച്ച വ്യക്തി അല്ലെങ്കിൽ മൂറോൻ അഭിഷേകം സ്വീകരിച്ച വ്യക്തി മാലാഖയെ പോലെ ഉന്നതങ്ങളിലേക്ക് ഉയർത്തപ്പെടുകയാണ്. അവിടെ മാലാഖമാരോടുള്ള സാദൃശ്യം വ്യക്തമാക്കുന്നു, ഉന്നതങ്ങളിലേക്കുള്ള ഒരു ആരോഹണം വ്യക്തമാക്കുന്നു, ഒരു പുതിയ സൃഷ്ടികർമ്മം ഇവിടെ പ്രത്യേകമായിട്ട് സൂചിപ്പിക്കുന്നു. ഇനി പ്രാരംഭ കൂദാശയുടെ 3-ാമത്തെ ഭാഗമായ ആദ്യത്തെ കുർബാന സ്വീകരണം. മദ്ബഹ പ്രവേശനത്തിന് ശേഷമാണ് ആ വ്യക്തി ആദ്യമായി വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നത്. ആത്മീയ ജീവിതത്തിൻ്റെ ഏറ്റവും ഉയർന്ന തലമായ ദൈവവുമായിട്ടുള്ള ഐക്യം ഇവിടെ പൂർത്തിയാകുന്നു. മാമോദിസായ്ക്കും കിരീടധാരണത്തിനും ശേഷം കുട്ടിക്ക് അല്ലെങ്കിൽ സ്നാനമേറ്റ വ്യക്തിക്ക് വിശുദ്ധ കുർബാന നൽകുന്നതിൻ്റെ അർത്ഥങ്ങൾ നിരവധിയാണ്. ഒന്നാമതായിട്ട് ഇത് പൂർണ്ണമായ അംഗത്വത്തെ സൂചിപ്പിക്കുന്നു. രണ്ടാമതായി ആത്മീയമായി പുതിയ സൃഷ്ടിയാകുന്ന വ്യക്തിക്ക് ആത്മീയ ആഹാരം അത്യന്താപേക്ഷിതമാണ്. അത് ഈ പരിശുദ്ധ കുർബാനയാണ്. മൂന്നാമതായി കിരീടം ധരിച്ച വ്യക്തി ഒരു വിവാഹ വിരുന്നിലേക്ക് ക്ഷണിക്കപ്പെടുന്നു.
ഈ രാജകീയ വിരുന്നെന്ന് പറയുന്നത് വിശുദ്ധ കുർബാനയുമാണ്. നാലാമതായി ക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിൻ്റെ പൂർണ്ണത എന്ന് പറയുന്നത് ഈ പരിശുദ്ധ കുർബാനയുടെ സ്വീകരണമാണ്. അപ്പോൾ ദൈവിക വിരുന്നിൽ പങ്കാളിത്തം ലഭിക്കുന്നു, അതുപോലെ തന്നെ പൂർണ്ണതയുടെ ജീവിതത്തിലേക്ക് നടന്ന് അടുക്കുന്നു. ഇനിയും നിത്യജീവൻ്റെ ഔഷധം സ്വീകരിക്കുകയാണ്. ഇനിയും പരിശുദ്ധ കുർബാന ഈ വ്യക്തിക്ക് നൽകുമ്പോൾ പുരോഹിതൻ പാടുന്ന ഗാനത്തിൻ്റെ വാക്കുകൾ വളരെ അർത്ഥമുള്ളതാണ്. പറുദീസായിൽ ആദത്തിന് വിലക്കപ്പെട്ട കനി ഈ മാമോദിസ സ്വീകരിച്ച വ്യക്തിക്ക് നൽകുകയാണ്. ക്രിസ്തു തന്നെ ജീവന്റെ വൃക്ഷമായും ഫലമായും അവതരിപ്പിക്കപ്പെടുകയാണ്. ആദാമിന് നഷ്ടപ്പെട്ടത് മാമോദിസ സ്വീകരിച്ചവർക്ക് സ്വന്തമായിട്ട് മാറുകയാണ്. അപ്പോൾ ഈ സന്തോഷത്തിൻ്റെ വിരുന്നിലേക്ക് ഈ വ്യക്തി സ്വീകരിക്കപ്പെടുകയാണ്. ഇവിടെ ക്രിസ്തുവിനെ ആദ്യജാതൻ എന്നാണ് അവതരിപ്പിക്കുന്നത്. തൻ്റെ മാമോദീസായാൽ നമ്മെ ദത്തെടുത്ത് പുത്രന്മാരാക്കി തീർത്ത മിശിഹ തമ്പുരാൻ തൻ്റെ പിതാവിൻ്റെ സന്നിധിയിൽ ആദ്യജാതനാകുന്നു. ഇത് ഒരു പുതിയ സൃഷ്ടിയുടെ തുടക്കം സൂചിപ്പിക്കുന്നു. ആ ദത്തെടുക്കുന്ന പ്രയോഗം സൂചിപ്പിക്കുന്നു. അതുപോലെ തന്നെ ജോർദാൻ നദിയുടെ സ്നാനത്തെ പ്രത്യേകമായിട്ട് അവതരിപ്പിക്കുന്നു. സ്വർഗരാജ്യത്തിൻ്റെ അവകാശത്തെയും ഈ പ്രയോഗം സൂചിപ്പിക്കുന്നു. ഇനിയും ഈ ശുശ്രൂഷ അവസാനിക്കുന്ന ഭാഗത്ത് വൈദികൻ നൽകുന്ന സമാധാന ആശംസ വളരെ ശ്രദ്ധേയമാണ്. മാമോദിസ മുങ്ങിയവരെ നിങ്ങൾ സമാധാനത്താലെ പോകുവിൻ, നിങ്ങളെ കാത്തു സൂക്ഷിക്കുന്ന കുരിശിനെ വണങ്ങുവിൻ. സമാധാനത്താലെ പോകുവാനുള്ള ഒരാഹ്വാനം പരിശുദ്ധ കുർബാനയിൽ എന്നപോലെ ഇവിടെയും അവസാന ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കും. കുരിശിനെ വണങ്ങുവാനുള്ള വലിയ ആഹ്വാനം ഇവിടെ നാം കാണുന്നുണ്ട്. കുരിശിൻ്റെ സംരക്ഷണം ഈ വ്യക്തിക്ക് ലഭിക്കുന്നു. അതുപോലെ തന്നെ സ്വർഗീയ യാത്രയുടെ തുടക്കമായിട്ടും ഇത് അവതരിപ്പിക്കുകയാണ്. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, സമാധാനത്താലെ പോകുവിൻ, പരിശുദ്ധ തൃത്വത്തിൻ്റെ നാമത്തിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. അപ്പോൾ ഈ കുദാശയിൽ ഈ ആശീർവാദങ്ങളും ഈ മുദ്രയും എല്ലാം പരിശുദ്ധ തൃത്വത്തിൻ്റെ നാമത്തിലാണ് നൽകുന്നത്. ഇവിടെയും അതൊരിക്കൽ കൂടി ആവർത്തിക്കപ്പെടുകയാണ്. സകല തിന്മകളിൽ നിന്നുള്ള സംരക്ഷണം ഇവിടെ വ്യക്തിക്ക് ലഭിക്കുകയാണ്. ഏറ്റവും അവസാനമായി ഈ മൂറോൻ സ്വീകരിച്ച വ്യക്തിയെ പരിശുദ്ധാത്മാവിനെ ധരിച്ച വ്യക്തിയായിട്ടാണ് അവതരിപ്പിക്കുന്നത്. മലങ്കര ആരാധനാക്രമത്തിൽ പരിശുദ്ധാത്മാവിനെ ധരിക്കുക എന്ന ആശയം ഒരു കേന്ദ്ര വിഷയമാണ്. സ്നാനം ഒരു ആത്മീയ വസ്ത്രമാണെന്ന് സുറിയാനി പാരമ്പര്യത്തിൽ നിന്ന് ഉരുത്തിരിയുന്നു. നമ്മുടെ നഗ്നത മറയ്ക്കുവാൻ നാം ശാരീരിക വസ്ത്രം ധരിക്കുന്നത് പോലെ വിശ്വാസി ആത്മാവിനെ ദിവ്യകാരുണ്യവും സംരക്ഷണവും കൊണ്ട് മൂടാൻ പരിശുദ്ധാത്മാവിനെ ധരിക്കുന്നു. വിശുദ്ധ മൂറോൻ കൊണ്ടുള്ള അഭിഷേകത്തിൻ്റെയും വെളുത്ത അങ്കി കൊണ്ടുള്ള വസ്ത്രത്തിൻ്റെയും സമയത്ത് ഈ പ്രതിച്ഛായ ഏറ്റവും പ്രകടമാണ്. കാരണം പരിശുദ്ധാത്മാവിനെ ധരിക്കുക എന്ന് പറയുന്നത് തേജസ്സിൻ്റെ വസ്ത്രം ധരിക്കുക, പരിശുദ്ധാത്മാവിൻ്റെ മുദ്ര സ്വീകരിക്കുക എന്നിങ്ങനെയാണ്. സഭയെ ആത്മീയ മാതാവായിട്ട് അവതരിപ്പിക്കുന്നു. കാരണം അവളിലൂടെയാണ് ഈ ആത്മീയ ജനനം ഇവിടെ സാധ്യമായിരിക്കുന്നത്. വീണ്ടും മാമോദീസായിലൂടെ ഈ വ്യക്തി പൂർണ്ണത പ്രാപിച്ചിരിക്കുന്നു, അഥവാ പൂർണ്ണതയിലേക്ക് നടന്ന് അടുക്കുന്നു. അപ്പോൾ വിശുദ്ധീകരണത്തിൻ്റെ അല്ലെങ്കിൽ ദൈവീകരണത്തിൻ്റെ വലിയ ആഹ്വാനം ഈ കൂദാശയുടെ അവസാന ഭാഗത്ത് നമുക്ക് കാണുവാൻ സാധിക്കും. പ്രാരംഭ കൂദാശകളെക്കുറിച്ചുള്ള പഠന ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. ഏവർക്കും നന്ദി.